9. 89 ഇങ്ങനെയാണ് പറയുന്നത്: അവരുടെ കൈവശമുള്ള വേദത്തെ ശരിവെക്കുന്ന ഒരു ഗ്രന്ഥം. കണ്ടോ? അപ്പോ ഖുറാൻ സാക്ഷ്യപ്പെടുത്തുകയാണ് വേദക്കാരുടെ കൈവശമുള്ള ഗ്രന്ഥം ശരിയാണെന്ന്. ഇനി ഞാൻ വായിക്കുന്നില്ല, സെയിം കൺസെപ്റ്റ് തന്നെയാണ്. ഇപ്പൊ ഞാൻ വായിച്ചത് 89 ബക്കറ 91. അവിടെ ഇത് തന്നെയാണ് പറയുന്നത്: അവരുടെ പക്കലുള്ള വേദത്തെ ശരിവെക്കുന്ന സത്യസന്ദേശമാണ് താനും. എന്നിട്ട് ബ്രാക്കറ്റിൽ ഖുറാൻ. അതുകൊണ്ട് തന്നെ 97 വായിക്കാം. 97 പറയുന്നത് മുൻ വേദങ്ങളെ ശരിവെച്ചുകൊണ്ടുള്ളത്. ഓക്കെ, സൂറ ബക്ര തന്നെ 101 പറയുന്നത് അവരുടെ പക്കലുള്ള വേദത്തെ ശരിവെച്ചുകൊണ്ട് അള്ളാഹു ഒരു ദൂതനെ അയക്കുന്നു എന്ന് പറഞ്ഞ് പിന്നീടുള്ള വാക്യങ്ങൾ. ഇനി ഞാൻ ഒരു ഇതും കൂടെ ക്ലിയർ ആയിട്ട് എഴുതിയേക്കുന്നത് വായിച്ചു തരാം. അതായത് പേരെടുത്ത് പറഞ്ഞിരിക്കുന്നത് അതാണ് സൂറ 3-ന്റെ 3-ഉം 4-ഉം. അതും കൂടെ ഞാൻ വായിക്കാം. ഇതുപോലെ ഒത്തിരി ഉണ്ട്. താങ്കൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ മേ ബി പിന്നീട് ഒരിക്കൽ വേണമെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അത് നിങ്ങൾ കേട്ടോളൂ. സൂറ 3-ന്റെ 3-ഉം 4-ഉം. അവൻ ഈ വേദത്തെ, അതായത് ഖുറാനെ, മുൻ വേദങ്ങളെ ശരിവെക്കുന്നതായിക്കൊണ്ട് സത്യവുമായി നിനക്ക് അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. അവൻ കേൾക്കുന്നില്ല കേട്ടോ. ബ്രദറെ കേൾക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഞാനതിനകത്ത് ഒരു കാര്യം ആഡ് ചെയ്തോട്ടെ. ആഡ് ചെയ്തോ. ബ്രദർ വരുവാണെങ്കിൽ ഒന്ന് നിർത്തിയേക്കണേ പ്ലീസ്. ഓക്കെ, അതിനകത്ത് ഖുർആൻ പറയുന്നത് മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിന തൗറാത്തി. അത് ക്രിസ്തു അവരോട് മുസദ്ദിഖ്, നിങ്ങളുടെ കയ്യിലുള്ള തൗറാത്തിലെ, മിന എന്ന് പറഞ്ഞ തൗറാത്ത് മുഴുവൻ എന്നല്ല, മിന തൗറാത്തി എന്ന് പറഞ്ഞാൽ ആ തൗറാത്തിലെ ചിലതിനെ എന്നാണ് അർത്ഥം. മിന എന്ന് പറഞ്ഞാൽ ഒരിക്കലും മുഴുവൻ വരില്ല. അതാണ് അതിന്റെ ഭാഷാർത്ഥം. മീന എന്ന് പറഞ്ഞാൽ, അപ്പൊ ക്രിസ്തു അന്ന് അവരെ കയ്യിലുണ്ടായിരുന്ന തൗറാത്തിനെ മുഴുവൻ അംഗീകരിച്ചിട്ടില്ല. അതിലുള്ള ചിലതിനെയാണ് അംഗീകരിച്ചു. മിന തൗറാത്തി എന്ന് പറഞ്ഞാൽ അതിനകത്ത് ചിലതിനും, എന്തായാലും മുഴുവൻ ഏതായാലും അല്ല. അല്ല, ഒരു സെക്കൻഡ്. ബൈബിളിനകത്ത് പറയുന്ന കാര്യമാണോ താങ്കൾ പറയുന്നത്? അതെ, ഖുറാൻ പറഞ്ഞ തൗറാത്ത് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ തൗറാത്തിലുള്ള ക്രിസ്തു അവരോട് പറഞ്ഞത് എന്തായാലും, അതെ ഞാൻ അതാ പറഞ്ഞത്, ക്രിസ്തു അവരോട് പറഞ്ഞത്, ഈസ പറഞ്ഞെന്നാണോ ക്രിസ്തു പറഞ്ഞെന്നാണോ താങ്കൾ പറയുന്നത്? ഞാൻ ക്രിസ്തു നിങ്ങളുടെ ഭാഷ പറയാം. ഈസ ഞങ്ങളുടെ ഭാഷ. അത് വേണ്ട ബ്രദറെ, രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ആളുകളാണ്. വേണ്ട. ഈസാ നബി അവരോട് പറഞ്ഞത് അവരെ കയ്യിലുള്ള തൗറാത്തിനെ ഞങ്ങൾ അംഗീകരിക്കുന്നതല്ല, അവരെ തൗറാത്തിലുള്ള ചിലതിനെ, മീന തൗറാത്തിനായി മുസ്തിക്കല്ലിമ ബൈന യദയ്യ. ഈസാ നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഈസാ നബി അങ്ങനെയാ പറഞ്ഞത്. തൗറാത്തിനെ മുഴുവൻ അംഗീകരിച്ചു എന്ന് ഈസാ നബി പറയുന്നില്ല. മിന തൗറാത്തി എന്ന് പറയുന്നുണ്ട്. മിന തൗറാത്തി എന്ന് പറഞ്ഞാൽ അല്ലാതെ ഈസാ നബി പറഞ്ഞതാണോ? ഈസാ നബി ആണോ തൗറാത്തിനെ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞത്? ഖുറാൻ അങ്ങനെയാണ് പറയുന്നത്. ഖുറാൻ പറഞ്ഞത് ഈസാ നബി അവരോട് തൗറാത്തിനെ മുഴുവൻ അംഗീകരിച്ചു എന്ന് പറയുന്നില്ല. ഏതാ ആയത്തേതാ? അത് ഖുറാൻ ആയത്തെടുക്കാൻ അറിയോ? ഞാൻ കാണാൻ ബൈഹാർട്ട് പഠിച്ചത്. പറയൂ. അറിയാം. ബ്രദർ തിരിച്ചു വന്നിട്ടുണ്ടേ, നമുക്ക് ഇതെടുക്കാം. എന്ത് പറ്റി? എന്റെ മൊബൈൽ ഓഫ് ആയി പോയായിരുന്നു. ഞാൻ പവർ ഓഫ് ആയത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ വണ്ടർഫുൾ. ഓക്കെ, നിങ്ങൾ വേറെ ഏതെങ്കിലും വിഷയങ്ങളിലോട്ട് കടന്നോ അതോ ഇല്ല, സോഹനോട് കണ്ടിന്യൂ ചെയ്യും. നമ്മള് ഹോമം സംസാരിച്ചേ ഉള്ളൂ. സോഹനോട് കണ്ടിന്യൂ ചെയ്യും, കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ ഞാൻ വായിച്ച വേദവാക്യങ്ങളൊക്കെ കേട്ടോന്ന് അറിയത്തില്ല. ഖുറാന്റെ ആയത്തുകൾ അതിന്റെ 3-ന്റെ 3-നകത്തും കൂടെ ഞാൻ പറയുന്നത് സെയിം തന്നെയായിരുന്നു. തൗറാത്തും ഇഞ്ചീലും ഇറക്കി, അത് ശരിയാണ് എന്നും അതിനകത്ത് സത്യാസത്യങ്ങളെ കുറിച്ചുള്ള വിവേചനം ഉണ്ടെന്നും പറയുന്നു. ഇനി ഇത് എങ്ങനെയാണ് മുൻ വേദങ്ങളാണ് അളവുകോല് എന്ന് കൺഫേം ചെയ്യുന്ന ഒരു ആയത്ത് കൂടിയാണ് സൂറ 10-ന്റെ 94. അതിനകത്ത് അള്ളാഹു മുഹമ്മദിനോട് പറയാണ്, നിനക്ക് ഈ അവതരിപ്പിച്ചതിൽ, അതായത് ഖുറാനിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മുൻ വേദങ്ങൾ വായിച്ചു വരുന്നവരോട് പോയി ചോദിക്കാനായിട്ട് പറയുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ മുൻ വേദങ്ങളാണ് സ്റ്റാൻഡേർഡ്.
ആ സ്റ്റാൻഡേർഡ് അനുസരിച്ചായിരിക്കണം നീ ഇത് മനസ്സിലാക്കേണ്ടത്. ഏത്? ഖുറാൻ മനസ്സിലാക്കേണ്ടത്. ഖുറാനിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മുൻ വേദങ്ങൾ വായിച്ചു വരുന്നവരോട് ചോദിക്കുക. അതല്ലാതെ മുൻ വേദക്കാർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ അവസാന ഗ്രന്ഥമായ ഖുറാനിൽ പോയി മനസ്സിലാക്കാനല്ല, ഇത് നേരെ തിരിച്ചാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഈ നിങ്ങൾ ലോജിക്കായിട്ട് ചിന്തിക്കുക. അപ്പൊ ക്രൈസ്തവരെ സംബന്ധിച്ചും യഹൂദരെ സംബന്ധിച്ചും അവരുടെ കയ്യിൽ പുസ്തകമുണ്ട്. അള്ളാഹു പറയുന്നു അത് ശരിയാണ്. മുഹമ്മദിനോട് പറയുന്നു നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, നിന്റെ കയ്യിലുള്ള പുസ്തകത്തിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നീ അവരോട് പോയി ചോദിക്കണം. അവര് നിന്റെ അടുക്കിലേക്ക് വന്ന് ചോദിക്കേണ്ട കാര്യമില്ല. അതെവിടെയാണ് എഴുതിയേക്കുന്നത് ചോദിച്ചാൽ സൂറ 5:43, 5:47. അവരുടെ കൈകളിൽ തൗറാത്തുണ്ട്. അതുകൊണ്ട് അവർ നിന്നെ എങ്ങനെ വിധികർത്താവാക്കും എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ തൗറാത്ത് കയ്യിലുള്ളോൻ മുഹമ്മദിനെ വിധികർത്താവാക്കേണ്ട കാര്യമില്ല എന്ന് ഖുറാൻ പറയുന്നു. ഓക്കെ, ഇനി ഈ പുസ്തകം അതായത് ഖുറാൻ, ഇതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നീ അങ്ങോട്ട് ചെല്ല്, എന്നിട്ട് അവരോട് ചോദിച്ച് മനസ്സിലാക്കുക. ഇതൊക്കെയാണ് ഖുറാൻ പറയുന്നത്. 5:48 കൂടെ ഒന്ന് വായിക്കുമോ? തീർച്ചയായിട്ടും. ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഖുറാനിൽ ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ഖുറാൻ ഒരു താങ്ക് യു, ഹോളിസ്റ്റിക് താങ്ക് യു, അപ്രോച്ച് താങ്ക് അല്ലേ? യു. ഒരു 5:48 കൂടെ വായിക്കാം. തീർച്ചയായിട്ടും 5:48 ഒന്ന് എടുത്തോട്ടെ. ഓക്കെ, 5:47 ഇങ്ങനെയാണ്: ഇഞ്ചീലിന്റെ അനുയായികൾ അള്ളാഹു അവതരിപ്പിച്ചതനുസരിച്ച് വിധി കൽപ്പിക്കട്ടെ. അള്ളാഹു അവതരിപ്പിച്ചതനുസരിച്ച് ആർ വിധിക്കുന്നില്ലയോ അവർ തന്നെയാകുന്നു ധിക്കാരികൾ. 48 ഇത് വായിക്കാനല്ലേ പറഞ്ഞ? 48 വായിക്കാനല്ലേ പറഞ്ഞ എന്നോട്? അതെ. നബിയെ, നിനക്കിതാ സത്യപ്രകാരം വേദഗ്രന്ഥം അവതരിപ്പിച്ച് തന്നിരിക്കുന്നു. അതിന്റെ മുമ്പിലുള്ള വേദഗ്രന്ഥങ്ങളെ ശരിവെക്കുന്നതും അവയെ കാത്തു രക്ഷിക്കുന്നതുമത്രേ അത്. അതിനാൽ നീ അവർക്കിടയിൽ നാം അവതരിപ്പിച്ചു തന്നതനുസരിച്ച് വിധി കൽപ്പിക്കുക. നിനക്ക് വന്നു കിട്ടിയ സത്യത്തെ വിട്ട് നീ അവരുടെ തന്നിഷ്ടങ്ങളെ പിൻപറ്റി പോകരുത്. നിങ്ങളിൽ ഓരോ വിഭാഗത്തിനും ഓരോ നിയമക്രമവും കർമ്മമാർഗവും നാം നിശ്ചയിച്ചു തന്നിരിക്കുന്നു. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നിങ്ങളെ അവൻ ഒരൊറ്റ സമുദായമാക്കുമായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് അവൻ നൽകിയിട്ടുള്ളതിൽ നിങ്ങളെ പരീക്ഷിക്കുവാൻ അവൻ ഉദ്ദേശിക്കുന്നു. അതിനാൽ നല്ല കാര്യങ്ങളിലേക്ക് നിങ്ങൾ മത്സരിച്ച് മുന്നേറുക. അള്ളാഹുവിലേക്ക് അത്രേ നിങ്ങളുടെ എല്ലാം മടക്കം. നിങ്ങൾ ഭിന്നിച്ചിരിക്കുന്ന വിഷയങ്ങളെ അപ്പോൾ അവൻ നിങ്ങൾക്ക് അറിയിച്ചു തരുന്നതാണ്. ഓക്കെ, വായിച്ചു. എന്താണ് നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്? ആ ട്രാൻസ്ലേഷൻ കംപ്ലീറ്റ് അല്ല, ഞാൻ വായിക്കാം. ഓക്കെ. ഓക്കെ. And we have revealed to you, O Muhammad, the book, that is the Quran, in truth, confirming that which preceded it of the scripture and as a criteria over it. Criterion. ഓക്കെ. അപ്പം ആ ബുക്കിന്റെ മുകളിലുള്ള ഒരു ഗൈഡൻസ് ഇത് വെച്ചിട്ട് വേണം നമുക്ക് ആ ബുക്കിലേക്ക് ഗൈഡൻസ് കിട്ടാൻ. മനസ്സിലായില്ലേ? സോ ആ വാക്ക് എന്തോ മലയാളം ട്രാൻസ്ലേഷനിൽ അവരെ എങ്ങനെ മിസ് ചെയ്തതെന്ന് എനിക്കറിയില്ല. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വാക്കാണ് അവിടെ ഉള്ളത്. അത് എങ്ങനെയാ ഹോമോ അത് മലയാളം ട്രാൻസ്ലേഷനിൽ അത് വരാതിരിക്കുന്നത്? നിങ്ങളുടെ ആൾക്കാർ എഴുതിയ പുസ്തകത്തിനകത്ത് ഞങ്ങളിപ്പം മറുപടി പറയണോ ഇഷ്ടം? അല്ല ഓക്കെ, നിങ്ങളോടല്ല, ഞാൻ ഹോമോനോട് ചോദിക്കുന്നത്. അല്ല ആ അറബി ആയത്തൊന്നുകൂടെ വായിക്കാമോ? ഞാൻ ആ അറബി ആയത്തിന് അർത്ഥം നോക്കട്ടെ. ആയിക്കോട്ടെ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ സോഹൻ ഇപ്പൊ തമ്മിൽ സംസാരിക്കുമല്ലേ? ഒരു സെക്കൻഡ് ഞാൻ വായിക്കുന്നത്. മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി മിനൽ കിതാബി വമുഹൈമിനൻ. ഈ വാക്കാണ് അവിടെ ട്രാൻസ്ലേഷനിൽ ഇല്ലാതെ പോയത്. വമുഹൈമിനൻ, ദ ക്രൈറ്റീരിയ ഓർ ഗാർഡിയൻ. മുഹൈമിൻ എന്ന് അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് മിസ്സായി. അത് ആ മലയാളം ട്രാൻസ്ലേഷനിലെ സാധനം തന്നെ ഇല്ല. ബ്രദറെ, നിങ്ങൾ ഏത് ട്രാൻസ്ലേഷനാണ് വായിക്കുന്നത്? സഹീഹാണോ? സഹി ഇന്റർനാഷണൽ ആണോ? ഏതാണ് വായിക്കുന്നത്? അതെ, സഹി ആണോ? സഹി ഇന്റർനാഷണൽ. ഓക്കെ. ഞാന് മദീനയിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള നോബിൾ ഖുറാൻ, ഓക്കെ, വൺ ഓഫ് ദി ഒത്തന്റിക് ഖുറാൻ ട്രാൻസ്ലേഷൻ ആണ് ഇതും. സഹീഹ് ഇന്റർനാഷണലും അക്സെപ്റ്റബിൾ ആണ്, വെരി വെൽ അക്സെപ്റ്റഡ് ആണ്. ഞാൻ എന്തായാലും ഇതൊന്നും കൂടി ഒന്ന് വായിക്കാം. ആൻഡ് വി ഹാവ് സെൻഡ് ഡൗൺ ടു യു the book in truth, confirming the scriptures that came before it
and muhaiminan over them. So judge among them by what Allah has revealed. ഓക്കെ, ഇതാണ്. വേരിയസ് ട്രാൻസ്ലേഷൻ ഉണ്ടാവാം, പക്ഷെ ഇത് ഇത്രയും നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാമല്ലോ. മുൻ വേദങ്ങൾ ശരിയാണെന്നും ആ ഗ്രന്ഥങ്ങളെ ശരിവെച്ചുകൊണ്ടാണ് ഖുറാൻ ഇറങ്ങിയതെന്നും പറയുന്നു. ശരിയല്ലേ? ഇത് ഖുറാനിൽ പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് എന്തെങ്കിലും സംശയമുണ്ടോ സോഹന? ഇല്ലെന്നേ, സംശയം ഇല്ലാന്ന് തന്നെയല്ലേ ഇല്ല. ഞാൻ പറയുന്നത്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. രണ്ട്, നിനക്ക്, അതായത് മുഹമ്മദിന് അവതരിപ്പിച്ച് കിട്ടിയതിൽ അല്ലെങ്കിൽ ഖുറാനിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അദ്ദേഹം സംശയ നിവാരണത്തിനായിട്ട് എവിടേക്കാണ് പോകേണ്ടത്? 10:94 ഞാൻ പറഞ്ഞത്. അങ്ങനെയല്ല, 10:94 അതിൽ നിങ്ങൾ വായിക്കുന്നതും ഞാൻ മനസ്സിലാക്കുന്നതും വ്യത്യാസമുണ്ട്. എന്നെക്കാളും മുന്നേ വേദങ്ങൾ താങ്കൾ വായിച്ചു വായിക്കാവോ? കൊണ്ടിരിക്കുന്നവരോടാണ്. ഞാൻ വായിക്കാം. അല്ലേ? 10:94 വായിക്കാം. താങ്കളും വായിച്ചോളൂ. ഇതെല്ലാം നമുക്കെല്ലാവർക്കും എടുത്ത് ക്രോസ് ചെക്ക് ചെയ്യാവുന്നതും വായിക്കാവുന്നതും ഉള്ളൂ. ഓക്കെ, ഏതാ 10:94? ഇപ്പൊ നമ്മൾ വായിച്ചത് 10:94. ഉറക്കെ വായിക്കാവോ? അല്ലെങ്കിൽ മലയാളത്തിൽ വേണമെങ്കിൽ ഞാൻ മലയാളത്തിൽ വായിക്കാം. അതിങ്ങനെയാണ്, മലയാളത്തിൽ ഇങ്ങനെയാണ്. ഇനി നിനക്ക് എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ മുഹമ്മദിന്, നിനക്ക് നാം അവതരിപ്പിച്ചു തന്നതിനെ പറ്റി, നാം എന്ന് ഉദ്ദേശിച്ചാൽ അള്ളാഹു. ഓക്കെ, ഇനി നിനക്ക് നാം അവതരിപ്പിച്ചു തന്നതിനെ പറ്റി നിനക്ക് വല്ല സംശയവും ഉണ്ടെങ്കിൽ നിനക്ക് മുമ്പ് തന്നെ വേദഗ്രന്ഥം വായിച്ചു വരുന്നവരോട് ചോദിച്ചു നോക്കുക. കണ്ടോ? ഇതാണ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, ഇതാണ് അളവെന്ന് പറയുന്നത്. നിനക്ക് അവതരിപ്പിച്ച് കിട്ടിയതിൽ സംശയമുണ്ടെങ്കിൽ നീ അവരുടെ അടുത്തേക്ക് പോയി അവരോട് ചോദിച്ച് മനസ്സിലാക്കി പഠിക്കാനായിട്ട്. ഇനി 5:43 വായിക്കാം. അതിനകത്ത് പറയുന്നത്, നിന്നെ എങ്ങനെ അവർ വിധികർത്താവാക്കും, കാരണം അവരുടെ കൈകളിൽ തോറയുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് യഹൂദന്മാർക്കോ ക്രൈസ്തവർക്കോ ഒരിക്കലും നിന്റെ അടുക്കിലേക്ക് വരേണ്ട കാര്യമില്ല, മറിച്ച് നിനക്ക് സംശയം ഉണ്ടെങ്കിൽ നീ അവരുടെ അടുത്തേക്ക് പോവുകയും ചെയ്യണം. ഇതാണ് ഖുറാൻ മുസ്ലിങ്ങളെയും മുഹമ്മദിനെയും ഒക്കെ പഠിപ്പിക്കുന്നത്. ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നില്ല ഇതൊക്കെ വിശ്വസിക്കാനായിട്ട്, പക്ഷെ നിങ്ങൾക്ക് ഈ ഖുറാന്റെ ആയത്തുകൾ എടുത്ത് കാണിച്ചു തരുന്നു എന്ന് മാത്രം. ഞാൻ പറഞ്ഞാൽ മതിയോ? ഇല്ല, മാനേജ് മ്യൂട്ടി, വേറൊരാള് സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഇടയ്ക്കറില്ലേ. ഈ ഖുറാന്റെ ആയത്തുകൾ വിശ്വസിക്കണമെന്നൊന്നും നിങ്ങളെ കമ്പല് ചെയ്യത്തില്ല. പക്ഷെ ക്രൈസ്തവ ഇസ്ലാമിക സംവാദങ്ങളോ അല്ലെങ്കിൽ ചർച്ചകളോ ഒക്കെ ഇതുപോലെ നടക്കുമ്പോൾ നിങ്ങളുടെ പുസ്തകത്തിൽ ഇതുപോലെ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെ ഞങ്ങൾ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരുന്നു. ഓക്കെ, സോഹൻ മൈക്ക് എടുത്തോ. അല്ല, 10:93 അല്ലേ പറഞ്ഞത് യൂനിസിന്റെ? 94 യൂനസ് 94. Okay. So if you are in doubt about that which we have revealed to you, then ask those who have been reading the scripture before you. ഇത് എന്നോട് സംസാരിക്കുന്നതാണ് എക്യുപ്പ്. ഓക്കെ, പക്ഷെ എക്യുപ്പ് പറഞ്ഞതുപോലെ ചിലവർ മുഹമ്മദ് എന്നുള്ള മുഹമ്മദ് എന്നുള്ളത് എഴുതിയിട്ടുണ്ട്, പക്ഷെ ആ ആയത്തിൽ അത് എഴുതിയിട്ടില്ല. അപ്പം എന്നെക്കാളും മുന്നേ എന്റെ ഖുറാൻ വായിക്കുന്നവരോട് ചോദിക്കാനാണ് സംശയം ചോദിക്കാനാണ് പറയുന്നത്, അല്ലാതെ വേദക്കാരോട് ചോദിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്ക് റിവീൽ ചെയ്തവരോട് ചോദിക്കാനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, സോഹൻ കേട്ടോളൂ, ഞാൻ വായിച്ചേൽപ്പിക്കാം. ഓക്കെ, താങ്കൾ പറഞ്ഞ പോലെ. സോ ഇഫ് യു ബ്രാക്കറ്റില് ഓ മുഹമ്മദ്, ബ്രാക്കറ്റില് ഉള്ളത് അവിടെ എഴുതിയിട്ടില്ല, അതെനിക്കറിയാം. ബട്ട് ഐ വാണ്ട് യു ടു നോ ഹൗ യു ആർ. Just remove the bracket. ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്. Just remove the bracket and read it. അതെനിക്കറിയാം. എനിക്ക് മനസ്സിലായി, എക്യുപ്പ് പറഞ്ഞാൽ മനസ്സിലായി. ആ ബ്രാക്കറ്റ് ഇല്ലാതെ ഒന്ന് വായിക്കോ? ബ്രാക്കറ്റ് നോക്കിയിട്ട് ഞാൻ അങ്ങനെ വായിക്കാം. പക്ഷേ ബ്രാക്കറ്റ് ഇല്ലാതെ വായിക്കൂ. ഞാൻ വായിക്കാം ബ്രദറെ, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, മുസ്ലിം പണ്ഡിതർ ഇത് എങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. എക്യുപ്പ് എങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളത് വലിയ വിലയുള്ള കാര്യമല്ല. പക്ഷെ മുസ്ലിം പണ്ഡിതർ ഇത് മനസ്സിലാക്കിയിരിക്കുന്നത്
ഓ മുഹമ്മദ് എന്നാണ്. അതുകൊണ്ടാണ് മുസ്ലിം പണ്ഡിതര് ബ്രാക്കറ്റിൽ ഓ മുഹമ്മദ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, ഇതൊന്നും വിശ്വസിക്കണമെന്ന് നമ്മൾ നിങ്ങളെ കമ്പൽ ചെയ്യത്തില്ല. ബട്ട് ഞങ്ങൾ ഒരു കാര്യം നിങ്ങളോട് റെഫറൻസ് തന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇല്ല, നിങ്ങളുമായിട്ട് അവിടെ തൗറാത്ത് ജോക്ക് ഇഞ്ചിലിന്റെ ചെയ്യത്തില്ല. കാര്യമല്ല, കിതാബിന്റെ കാര്യമാണ് എക്യുപ്പ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഞാൻ വായിക്കാം ഇപ്പൊ ഞാൻ വായിക്കാം ഞാൻ തൗറാത്താണ് വായിക്കാം ഇഞ്ചിലാണെന്ന് പറഞ്ഞാൽ ഞാൻ പറയാം അത് മുൻവേദക്കാരോട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. പക്ഷെ അവിടെ ഞാൻ കിതാബ് വായിക്കാം. എന്നാ പറയുന്നത്. ദാറ്റ് ഈസ് സ്ക്രിപ്ചർ. സ്ക്രിപ്ചർ ഈസ് ഓക്കെ കിതാബ് ഈസ് ഖുറാൻ. അപ്പൊ ഞാൻ ഓക്കെ ഞാൻ വായിക്കുന്ന ഖുറാനെ കുറിച്ചാണ് അവിടെ സംസാരിക്കുന്നത്. ഓക്കെ എന്നെക്കാളും ഓക്കെ മുന്നേ ഒരു പക്ഷേ എക്യുപ്പ് വായിക്കുന്നുണ്ടാവും ഖുറാൻ. സോ ഇഫ് ഐ ഹാവ് സംതിങ് ഡൗട്ട് ഐ ഹാവ് ടു കോൺടാക്ട് യു. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ ഞാൻ ഒരു മിനിറ്റ്, ഞാനൊരു ഫോട്ടോ ഒന്ന് എടുത്തോട്ടെ ബ്രദറെ. ആക്ച്വലി നിങ്ങൾ വിചാരിക്കും ഞങ്ങള് വെറുതെ ഇല്ലില്ല, നിങ്ങളുമായിട്ട് ഒരു പ്ലെയിൻ എക്യുപ്പ് സ്വന്തമായിട്ട് പറയുന്നതാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ടെക്സ്ച്വൽ റീഡിംഗ് ആണ് ഞാൻ പറയുന്നത്. ഒരു മിനിറ്റ് ബ്രദർ, ഒരു മിനിറ്റ്, ജസ്റ്റ് 1 മിനിറ്റ്. ഞങ്ങൾ പറയുന്നതിനെല്ലാം ഞങ്ങൾ നിങ്ങളുടെ പുസ്തകങ്ങൾ ശരിക്കും റെഫർ ചെയ്തിട്ടാണ് ഈ പരിപാടിക്ക് ഇറങ്ങിയിരിക്കുന്നത്, സമയം അല്ല, അവിടെ ചെലവഴിക്കുന്നത്. തൗറാത്ത് ഇഞ്ചിലിനുണ്ടോ? അതല്ലാതെ that's what I want to show you. There is I no want to Tawrat, show and it you. is kitab over there. That is scripture. Scripture is Quran. Okay. സോഹനെ ഒരു ആ, മിനിറ്റ് സോഹനെ ഒരു ഒന്ന് മിനിറ്റ് വെയിറ്റ് ഒരു ചെയ്യൂ. മിനിറ്റ് ഒരു മിനിറ്റ് സോഹൻ ഒന്ന് വെയിറ്റ് ചെയ്യൂ. ഒരു മിനിറ്റ്. ഞാന് സോഹന് കാണിച്ചു തരാൻ ആഗ്രഹിക്കുന്നത് ഹൗ യുവർ സ്കോളേഴ്സ് തിങ്ക്. ഇനി എന്റെ ഡി പിയിലേക്ക് നിങ്ങൾ നോക്കുക, എന്റെ ഡി പി ഒന്ന് റിഫ്രഷ് ചെയ്യുക, എന്നിട്ട് ഞാനത് വായിക്കാൻ പോവാണ്. ഓക്കെ, താങ്കൾ ഞാൻ വായിക്കുന്നത് തെറ്റാണെങ്കിൽ എന്നെ സ്റ്റോപ്പ് ചെയ്യാം, പറയാം. എന്റെ ഡി പിയിൽ നോക്കുക, ഞാൻ വായിക്കുന്നത് നോബൽ ഖുറാൻ പേജ് നമ്പർ 283, സൂറ യൂനസ്, അതിന്റെ 94-ാമത്തെ ആയത്ത്. അതെങ്ങനെയാണ്? സോ ഇഫ് യു ബ്രാക്കറ്റിൽ ഓ മുഹമ്മദ്, പിന്നെ അറബിയിൽ ഏതാണ്ട് എഴുതിയിട്ടുണ്ട്, എനിക്ക് വായിക്കാൻ അറിയത്തില്ല. ഓക്കെ, സോ ഇഫ് യു ഓ മുഹമ്മദ് ആർ ഇൻ ഡൗട്ട് കൺസേണിംഗ് ദാറ്റ് വിച്ച് വി ഹാവ് റിവീൽഡ് ടു യു, ബ്രാക്കറ്റിൽ ദാറ്റ് ഈസ് that your name is written in the Torah and in the Injil, then ask those who are reading the book, bracket നോക്ക്, the Torah and the Injil, ബ്രാക്കറ്റില് gospel, before you. കണ്ടോ? അതല്ലാതെ ഖുറാൻ ആദ്യവും പിന്നീടും വായിക്കുന്നവരെ കുറിച്ചല്ല പറയുന്നത്. This is completely about Torah and Injil, so believes your scholars. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇത് ഞങ്ങൾ നിങ്ങളോട് പറയുമ്പോൾ ഞങ്ങൾ വെറുതെ അങ്ങ് പറയുമല്ല, ഞങ്ങള് നിങ്ങളുടെ പണ്ഡിതന്മാർ എഴുതി വെച്ചിരിക്കുന്നത് വായിച്ച് മനസ്സിലാക്കി അതാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത്. ഇനി ഞാൻ പറയാണ്, ഇത് നിങ്ങൾ വിശ്വസിക്കണമെന്ന് ഞങ്ങൾ പറയുന്നില്ല, ബട്ട് ദിസ് ഈസ് വാട്ട് മുസ്ലിം സ്കോളേഴ്സ് ബിലീവ്. ഓക്കെ, ഇനി പറഞ്ഞു. എനിക്ക് ഞാൻ പറയുന്ന കാര്യം ഞങ്ങൾ വെറുതെ പറയണതല്ല, അല്ലെങ്കിൽ നിങ്ങളോട് എന്തെങ്കിലും മുസ്ലിങ്ങളോട് എന്തെങ്കിലും വിരോധം ഉണ്ടായതുകൊണ്ട് പറയണു എന്നല്ല. ഞങ്ങൾ യൂസ് ചെയ്യുന്നത് 100% മുസ്ലിം സ്കോളേഴ്സിന്റെ അഭിപ്രായങ്ങളാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പാകെ പറയുന്നത്. ഓക്കെ, മൈക്ക് ഈസ് ഇല്ല, അത് കുഴപ്പമില്ല. ഇൻ ഐദർ വേ ഞാൻ ടെക്സ്ച്വൽ റീഡിംഗ് ആണ് ഞാൻ ചെയ്തത്. അതായത് ഒരു ബ്രാക്കറ്റും ഇല്ലാതെ വായിക്കുമ്പം ദാറ്റ് ഈസ് ലിറ്ററലി ടോക്കിംഗ് ടു മീ. ആ ഒരു വാക്യം. ഇനിയല്ല അത് എക്യുപ്പ് എടുത്ത രീതിയിലാണെങ്കിൽ, അത് മുഹമ്മദ് നബിയോട് സംസാരിക്കുന്ന രീതിയിലാണെങ്കിൽ, ആ കാലഘട്ടത്തിൽ ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞതാണല്ലോ, അത് ഇഞ്ചിലും തൗറാത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇഞ്ചിലും തൗറാത്തും ഇൻ ഇറ്റ്സ് റിയൽ ഫോം it has confirmed, Quran has confirmed what was revealed in Injil and Taurat, and it is only binding on മുഹമ്മദ് നബി. അല്ലാതെ നമുക്ക് അതിന്റെ മുകളിൽ യാതൊരു ഉത്തരവാദിത്വം ഇല്ല. അതിലെന്താണ് ശരി എന്താണ് തെറ്റ് എന്നുള്ളത് മനസ്സിലാക്കാനൊന്നും നമുക്ക് കഴിയൂല. അപ്പം ഖുറാനിൽ എന്ത് വന്നിരിക്കുന്നു അത് നമുക്ക് ശരിയുണ്ടോ തെറ്റുണ്ടോ എന്നുള്ളത് ബൈബിളായിട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. പക്ഷെ മുഹമ്മദ് നബിനെ ഗൈഡ് ചെയ്യാൻ അള്ളാഹ് ഉണ്ടായിരുന്നു, നമുക്കത് അറിയില്ല. അതുകൊണ്ട് വാട്ട് എവർ ഈസ് എന്താണ് ഖുറാനായിട്ട് എന്തൊക്കെ യോജിക്കുന്നോ അതേ നമുക്ക് ഇന്നത്തെ ബൈബിളിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതൊരു ബ്രില്യൻ പോയിന്റ് ആണ്. പക്ഷെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല്, അത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ പോയിന്റ് നിങ്ങൾ ബൈബിളിനെ അല്ല കൺഫ്രണ്ട് ചെയ്യുന്നത്, നിങ്ങൾ ഖുറാനെയാണ് കൺഫ്രണ്ട് ചെയ്യുന്നത്. കാരണം നിങ്ങൾ ഒരു സൈഡിൽ നിന്ന് പറയും വി ബിലീവ് ഇൻ ഖുറാൻ, ശരിയല്ലേ? സോഹൻ ഖുറാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന വ്യക്തിയല്ലേ? അതെ. പക്ഷെ ആ വചനം ഒരു എക്യൂബ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അത് മുഹമ്മദ് നബിക്കുള്ള വചനമായിട്ടാണ്, അല്ലെ? എനിക്കുള്ള വചനമല്ല. അല്ല, കേക്ക് നോക്ക്, Because you ഞാൻ put പറഞ്ഞല്ലോ. Muhammad over there, then you put Injil and Taurat over there, then it is not for me. ഞാൻ ശരിയല്ലേ? പറഞ്ഞല്ലോ, ഞങ്ങൾ ഒരു മുഹമ്മദ് നബിക്ക് മാത്രമായിട്ട് ബാധകമായിട്ടിരിക്കുന്ന ഒരു വചനമായിട്ടാണ് എക്യൂബൈനെ പ്രസന്റ് ചെയ്തത്. ബട്ട് ഇഫ് ഇറ്റ് ഈസ് ഫോർ മീ, ഐ വിൽ റിമൂവ് all the brackets.
അതല്ല നോക്ക്, നമ്മൾ വിഷയത്തിൽ നിന്ന് മാറല്ലേ. വിഷയം എന്താണ്? മുഹമ്മദിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദ ക്രൈറ്റീരിയൻ ഈസ് ദ തോറ ആൻഡ് ഇൻജീൽ ടു ക്ലിയർ ഔട്ട് ഹിസ് ഡൗട്ട്സ്. ഇതാണ് നമ്മൾ സംസാരിച്ച വിഷയം. ആ വിഷയത്തിൽ നിന്ന് മാറിപ്പോവല്ലേ. അപ്പൊ ഏതിനെ ആശ്രയിച്ച് ഏത് നിൽക്കുന്നു എന്ന് താങ്കളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ എടുത്തത്. അപ്പൊ നമ്മൾ വിഷയം മാറ്റണ്ട. ഇനി ഒന്നാമത്തെ കാര്യം ഇവിടെ, ബേസിക്കലി നിങ്ങൾ ഏതൊരു മുസ്ലിമും വിശ്വസിക്കുന്നത് ഖുറാൻ എന്തു പറയുന്നുവോ ഞാൻ അത് വിശ്വസിക്കുന്നു എന്നുള്ളതായിരിക്കണം ഓരോ മുസ്ലിമിന്റെ അപ്രോച്ച്. ഞാൻ ഈ പറഞ്ഞത് ശരിയല്ലേ സോഹൻ? അതെ. വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ ഖുറാൻ പറയുന്നു ക്രൈസ്തവരുടെയും യഹൂദരുടെയും കൈകളിലുള്ള പുസ്തകം ശരിയാണ് എന്ന് ഖുറാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ല അതിനെ അത് ആരോടാ ഡൗട്ട് പറയുന്നത്? ചെയ്യാൻ. ഇതിപ്പം എക്യുപ്പ് ഇങ്ങനെ പോകുന്നോണ്ട് എല്ലാ ബ്രാക്കറ്റും ഞാൻ ഇടും. അല്ല, എല്ലാ ബ്രാക്കറ്റും ഞാൻ ഇടും. അത് ആരോടാ സംസാരിക്കുന്നത്? എക്യുപ്പ് ഞാൻ ഒന്ന് ഒറ്റ കാര്യം ആഡ് ചെയ്തോട്ടെ. ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. ലെറ്റ് മീ ജസ്റ്റ് ഫിനിഷ് മൈ സെന്റൻസ്. ഇത്രയേ ഉള്ളൂ സോഹൻ ബ്രദറെ. യു ഹാവ് നോ റീസൺ ടു ഡൗട്ട് യുവർ ഹോളി ബുക്ക്, യുവർ ഖുറാൻ. ഖുറാൻ says the scripture that the people of the book, that is Jews and Christians, what they have is right. So you have no reason to doubt the book which we have, or the Christians and the Jews have. And the point is, സോഹന് മനസ്സിലാവുന്നുണ്ടോ? അല്ല എക്യു ബ്രദറെ, ഞാനിത് സ്റ്റാർട്ടിങ് മുതലേ പറയുന്നതാണ്, നിങ്ങളെ ബുക്കിലല്ല പ്രശ്നം ഞങ്ങൾക്കുള്ളത് എന്നുള്ളത്. നിങ്ങളെ ബുക്കിന് ഞങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളത് മനസ്സിലാക്കുമ്പോൾ നമുക്കത് ഖുറാൻ വെച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഖുറാൻ ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ, എന്നൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ. ഞാൻ ആ പറഞ്ഞ പോയിന്റ് മാത്രം ഒന്ന് എടുക്കാം, നിങ്ങൾക്ക് തന്നെ സമയം തരാം. ഓക്കെ, സോഹൻ പറയുന്നു, സോഹൻ ഈ റൂമിൽ പബ്ലിക് ആയിട്ട് പറയുന്നു, നമ്മുടെ കയ്യിലുള്ള പുസ്തകവുമായിട്ട് അദ്ദേഹത്തിന് യാതൊരു കുഴപ്പമില്ല. വെരി ഗുഡ്, താങ്ക് യു സോഹൻ. താങ്കൾ കണ്ടിന്യൂ ചെയ്തു. എക്യുപ്പ എനിക്കൊരു കാര്യം കൂടി ആഡ് ചെയ്യാനുണ്ട് എക്യുപ്പതിനോടൊപ്പം. ഈ സോഹൻ ഒരു കാര്യം കൂടി ആഡ് ചെയ്യാനുണ്ട്. ഇവിടെ സോഹന് 10:94 പറയുന്ന അതിന്റെ റെഫറൻസ് ഇത് ആരൊക്കെയാണ് പറയണതെന്ന് ഞാൻ പറയാം കേട്ടോ. ഇത് ഈ തോറയും ഇഞ്ചിലുമാണ്. ഇബ്നു കസീർ പറയുന്നു തഫ്സീറിന്റെ 10:94, അൽ ജലാലിൻ പറയുന്നു 10:94, അൽ തബരി 10:94 പറയുന്നു, അൽ ബഗാവി പറയുന്നു 10:94. ഇതെല്ലാം തോറയും ഇഞ്ചിലുമാണ് ഈ മുൻവേദങ്ങളെന്ന്. ഇവർ പറഞ്ഞേക്കാൾ എതിരഭിപ്രായമാണ് താങ്കൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നില്ലെങ്കിൽ താങ്കൾ പറഞ്ഞത് ശരിയാണ്, ഇവരെല്ലാം പറഞ്ഞത് തെറ്റാണ്, അല്ലെങ്കിൽ ഇവർ പറഞ്ഞത് ശരിയാണ്, താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഇല്ല, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വെക്കപ്പോ ഒരു സെക്കൻഡ്, എനിക്ക് തന്നതാണ്. അപ്പം ന്യൂക്ലിയർ അവിടെ പ്രശ്നമില്ല. ഓക്കെ, താങ്ക് യു. ന്യൂക്ലിയർ പറഞ്ഞതിനോട് ഞാൻ യോജിച്ച് നിൽക്കുകയാണെങ്കിൽ അതെല്ലാം ബ്രാക്കറ്റ് വേണമെന്ന് ഞാൻ പറയുന്നത്. അപ്പൊ അത് മുഹമ്മദിനോട് മാത്രം പറഞ്ഞ ഒരു ആയത്തായിട്ടേ എടുക്കാൻ പറ്റുള്ളൂ എനിക്ക്. അത് എനിക്ക് ഓതാം, പക്ഷെ അത് എനിക്കുള്ള കൽപ്പന അല്ല, അത് മുഹമ്മദ് നബിയോട് പറഞ്ഞിട്ടുള്ള കൽപ്പനയായിട്ട് ഞാനത് എടുക്കും. അങ്ങനെ ആകുമ്പോ ഇറ്റ്സ് നോട്ട് ബൈൻഡിങ് ഓൺ മീ. ഒരു സെക്കൻഡ് ഇല്ല, ഇസ്ലാമിസ്റ്റിനെ ഇങ്ങനെ ആക്ഷേപിക്കരുത്. താങ്കൾ ആരുടെ പണ്ഡിതനെ ഉദ്ധരിച്ചാണ് താങ്കൾ ഇതൊക്കെ പറഞ്ഞത്? അല്ല സബ്ജ ബ്രദറെ, പുള്ളി ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് സോഹൻ പറഞ്ഞോ. സോ അവിടെ നമ്മൾ എല്ലാവരും വായിച്ചതാണ്. 94 എന്താണ് പറയണത്? മുഹമ്മദ് നബിയോട് അള്ളാഹു പറയുന്നതാണ്. ബ്രാക്കറ്റ് ഇട്ട് നിങ്ങൾ പറഞ്ഞ അതേ രീതിയിലാണ് ഞാൻ പറയുന്നത്, എല്ലാ ബ്രാക്കറ്റോട് ഇട്ട്. മുഹമ്മദ് നബിയോട് പറയാണ്, ഈ പുസ്തകം അല്ലെങ്കിൽ ഈ ഖുറാന് നിങ്ങൾക്ക് ഇഞ്ചീലിനെയും തൗറാത്തിനെയും ഇഞ്ചീലിനെയും ശരിവെച്ചിട്ടുള്ള പുസ്തകമാണ് എന്നുള്ള അതിന്റെ ഒരു കണ്ടന്റ് അത് തന്നെയാണ്. അപ്പം അത് മുഹമ്മദ് നബിക്ക് മാത്രമുള്ളതാണ്. പക്ഷെ ഞാൻ 5:48 പറഞ്ഞത് പ്രകാരം ഇതും അതേ ആശയം തന്നെയാണ് പറയുന്നതെന്നുണ്ടെങ്കിലും അതിൽ പറയുന്നുണ്ട് ദിസ് ബുക്ക് ഈസ് എ ക്രൈറ്റീരിയ ഫോർ യു ഓവർ ദോസ് ബുക്സ്. അപ്പം എനിക്കുള്ള ഗൈഡൻസ് ഖുറാനാണ്. നിങ്ങളുടെ ബുക്ക് എങ്ങനെ മനസ്സിലാക്കണം എന്ന് ഞാൻ ഖുറാൻ വെച്ചിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് പോലെ ഞാനും ഇപ്പൊ ഖുറാനിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈസാ നബിയെ കുറിച്ച് പറയുന്ന എല്ലാ വാക്കുകളും ഉണ്ട്. ഈസാ നബിയെ എങ്ങനെയാണ് കുരിശ് മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി, അല്ലെങ്കിൽ കുരിശിൽ ഏറ്റിയിട്ടില്ല, ഈസാ നബി ദൈവമല്ല എന്ന് എനിക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഖുറാൻ തന്നെ നോക്കണ്ടേ? അതെങ്ങനെ എനിക്ക് ബൈബിളിൽ നിന്ന് മനസ്സിലാക്കുക? ബൈബിളിൽ നിന്ന് നിങ്ങൾ പറയും ഐ ആം ദ വേ, ഐ ആം ദ ട്രൂത്ത്, നോബഡി ക്യാൻ റീച്ച് ഹിം വിത്തൗട്ട് മീ എന്നൊക്കെ പറയുമ്പോൾ അത് ദൈവത്തിനെ കുറിച്ചാണ് പറയുന്നതെന്ന് നിങ്ങൾ പറയുമ്പോൾ ഞാനത് വിശ്വസിക്കണ്ടേ? സോ അതല്ല ശരി. അള്ളാഹു ഏകനാണ്, അള്ളാഹു ഏകസത്യ ദൈവമാണ് എന്ന് എനിക്ക് ഖുറാൻ നോക്കിയാലേ മനസ്സിലാവുള്ളൂ. സോ ദ ക്രൈറ്റീരിയ ഫോർ മീ ഈസ് ഖുറാൻ ടു അണ്ടർസ്റ്റാൻഡ് യുവർ ബൈബിൾ. ബ്രദറെ, ഇവിടെ ഒരു സ്പെസിഫിക് വേഴ്സിനെ കുറിച്ച് എക്യുപ്പ് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ താങ്കൾ പറഞ്ഞ കാര്യമാണ്. താങ്കളോടാണത് പറയുന്നത്. അത് പറയുന്നത് താങ്കൾക്ക് മുന്നേ താങ്കൾക്ക് മുന്നേ ഖുറാൻ വായിച്ചവരോടാണ് പോയി ചോദിക്കാൻ എന്നുള്ള ഒരു വ്യാഖ്യാനം താങ്കൾ എല്ലാ ബ്രാക്കറ്റും മാറ്റണോ?
ഒരു മിനിറ്റ്, ഇതെന്റെ വാദമല്ല, എന്റെയോ എക്യുപ്പിന്റെയോ വാദമല്ല. നിങ്ങളുടെ പണ്ഡിതന്മാർ പറയുകയാണ് ഇത് തോറയും ഇഞ്ചിയിലുമാണ്. തോറയും ഇഞ്ചിയിലും എനിക്ക് വായിച്ചു കുഴപ്പമില്ലാന്നേ. വരുന്നവരോട് പോയി നിങ്ങൾ ചോദിക്കാനാണെന്ന്. ഒന്നുകിൽ എല്ലാ എനിക്കും ബ്രാക്കറ്റും ഇടുക, എനിക്കും അല്ലെങ്കിൽ എല്ലാ കുഴപ്പമില്ല. ബ്രാക്കറ്റും ഒഴിവാക്കുക. ഞാൻ ബ്രാക്കറ്റ് ഇടുന്നില്ല, ഒഴിവാക്കുന്നില്ല. നിങ്ങളുടെ പണ്ഡിതന്മാർ ഈ പറയുന്നത് ശരിയാണോ തെറ്റാണോ, എനിക്ക് അതാണ് അറിയേണ്ടത്. ഒരു കാര്യം എനിക്ക് ആഡ് ചെയ്യാമോ? ഒരു മിനിറ്റ് ഹോമോ, ഒരു മിനിറ്റ്, ഇല്ല ഒരു മിനിറ്റ് ഹോമോ. എനിക്ക് സോഹന്റെ മറുപടിയാണ് വേണ്ടത്. നിങ്ങളുടെ 5ഓളം പണ്ഡിതന്മാരെ ഉദ്ധരിച്ച് ഞാൻ പറയുന്നു, ഈ മുൻവേദം വായിച്ചു വരുന്നവർ തോറയും ഇഞ്ചിലുമാണ് ഈ മുൻവേദങ്ങൾ, ഇവരെ കുറിച്ചാണ്, ഇവരോട് പോയി ചോദിക്കാനാണ് പറഞ്ഞേക്കണേന്നത് നിങ്ങളുടെ പണ്ഡിതന്മാർ ഉദ്ധരിച്ച് പറയുന്നത് താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? ഓക്കെ, ഹോമ ഞാനത് പറഞ്ഞു നിർത്താം. അപ്പം ഈ പണ്ഡിതന്മാര് പറഞ്ഞത് മുൻവേദക്കാരോട് പോയി ചോദിക്കാനാണ്. അത് ആരോടാ പറയണത്? എന്നോടല്ല, മുഹമ്മദിനോടാണ്. ഖുറാൻ മുഹമ്മദിനെ ഖുറാൻ എല്ലായത്തും ലോകത്തിലെ എല്ലാ മുസ്ലിങ്ങൾക്കും വേണ്ടിയുള്ളതാണോ, അല്ലെങ്കിൽ മുഹമ്മദിനെ ഇല്ല, മുഹമ്മദ് നബിയോട് പറഞ്ഞത് മുഹമ്മദ് നബിക്ക് മാത്രം ഖുറാനിലെ എല്ലാ അപ്പൊ മുഹമ്മദിന് ഡൗട്ട് ഉണ്ടെങ്കിൽ പോയി ചോദിക്കാം. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി ചോദിക്കില്ല. യെസ്, ഞങ്ങൾക്ക് ഖുറാനാണ് ക്രൈറ്റീരിയ. ഈവൻ മുഹമ്മദിന് ഖുറാൻ അല്ലായിരുന്നു ക്രൈറ്റീരിയ. മുഹമ്മദ് നബിക്ക് ഖുറാൻ തന്നെയാണ്, പക്ഷെ മുഹമ്മദ് നബിക്ക് വഹിയുണ്ട്. സ്റ്റിൽ സോഹൻ, ഇവിടെ മുഹമ്മദിന് ഖുറാനാണ് ക്രൈറ്റീരിയ എങ്കിൽ പോലും മുഹമ്മദിനോട് പോയി മുൻവേദക്കാരോട് ചോദിക്കാൻ പറയുന്നു. നിങ്ങൾക്കും ഖുറാനാണ് ക്രൈറ്റീരിയ, നിങ്ങൾക്ക് എന്തുകൊണ്ട് ചോദിച്ചുകൂടെ? അങ്ങനെയാണെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഖുറാൻ ഫുള്ള് ബുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. മുഹമ്മദിന് അപ്പൊ ഖുറാൻ മുഹമ്മദ് നബിക്ക് 23 വർഷത്തിലാണ് മുഹമ്മദ് നബിക്ക് അത് എത്തിച്ചു കൊടുത്തിരിക്കുന്നത്, വഹി എത്തിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിന് ശേഷം അള്ളാഹുവിന്റെ വചനങ്ങളുടെ പ്രസക്തി തീർന്നോ? ഇഞ്ചീലിന്റെ തൗറാത്തിന്റെ പ്രസക്തി തീർന്നോ? ഇതിന് ശേഷം നമുക്ക് പ്രസക്തി ഇല്ല, നിങ്ങൾക്ക് ഉണ്ടാവുമായിരിക്കും. ഞങ്ങൾക്ക് എന്ത് പ്രസക്തി? ന്യൂക്ലിയറെ ഇനി എന്താ എനിക്ക് തിരിച്ചു തന്നേക്കാവോ? ഓക്കെ, ഇപ്പൊ സോഹൻ ഞാൻ കുറച്ചു നേരം മ്യൂട്ട് ചെയ്യാണ്, ഹോമോ സംസാരിക്കട്ടെ. അല്ല ഓക്കെ, അദ്ദേഹത്തിന് കൊടുക്കാം, പെട്ടെന്ന് തന്നെ കൊടുക്കാം. ഓക്കെ, സോഹൻ ഉറപ്പുണ്ടോ ഇപ്പോ ഖുറാനിലുള്ള ആയത്തുകൾ താങ്കൾക്കെല്ലാം ഒരു സംശയമില്ലാതെ മനസ്സിലാക്കാൻ പറ്റും എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അതായത് മുൻ വേദങ്ങളുടെ സഹായമില്ലാതെ താങ്കൾക്ക് ഖുറാൻ മനസ്സിലാക്കാൻ പറ്റും എന്ന് ഒരു ബോധ്യം താങ്കൾക്കുണ്ടോ സോഹൻ? അതും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് എനിക്ക് മനസ്സിലാക്കാൻ, അതായത് നേരിട്ട് വായിച്ചിട്ടല്ല, പക്ഷെ എനിക്ക് ഇന്നിപ്പോ അതിന്റെ ട്രാൻസ്ലേഷനും എക്സജസിസും എല്ലാ കാര്യങ്ങളും ഉണ്ട്, അവൈലബിൾ ആണ്. ഇന്ന് എനിക്ക് എളുപ്പമാണ് മനസ്സിലാക്കാൻ. എന്നാലും ഖുറാൻ തന്നെ പറയുന്നുണ്ട്, ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതും മനസ്സിലാകാത്ത ആയത്തുകളും ഉണ്ട്. മനസ്സിലാകാത്ത ആയത്തുകളെ പുറകെ നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ് ഖുറാൻ പറയുന്നത്. അപ്പം പക്ഷെ എക്കിപ്പോ ഇന്നത്തെ കാലഘട്ടത്തിൽ വെച്ച് ചോദിക്കുന്നതുകൊണ്ട് അത് മനസ്സിലാക്കാൻ എളുപ്പമാണെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇപ്പോ നിങ്ങൾ പറഞ്ഞതിനകത്ത് 3 കാര്യങ്ങളാണ്. ഒന്ന്, നേരിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. നിങ്ങൾ ഓൾറെഡി സമ്മതിച്ചു കഴിഞ്ഞു ഖുറാനിൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റില്ല എന്ന്. 2, നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുന്നതും മനസ്സിലാക്കാൻ പറ്റാത്തതുമായ ആയത്തുകളുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ സംശയം നിങ്ങൾക്ക് അവിടെ തന്നെ നിലനിൽക്കും എന്നും നിങ്ങൾ പറഞ്ഞു. 3ാമതാണ് നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യം മനസ്സിലാക്കണമെന്ന് നിർബന്ധമില്ല എന്നുള്ളത്. സോ നിങ്ങൾ ഈ 3 വിഷയങ്ങളിൽ സമ്മതിച്ചൊരു കാര്യം ഇതാണ്, ഖുറാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. പിന്നെ താങ്കൾ പറഞ്ഞത് ഇന്ന് അഡ്വാൻസ് സ്റ്റേജ് ആണ്, ഇതിന്റെ പരിഭാഷകളൊക്കെ ഉണ്ട്, അതുപോലെ മറ്റ് പരപുസ്തകങ്ങളുടെ സഹായത്തോടെ നിങ്ങൾക്ക് ഖുറാൻ മനസ്സിലാക്കാൻ പറ്റും എന്നാണ് താങ്കൾ പറഞ്ഞത്. അപ്പൊ താങ്കൾ തന്നെ സമ്മതിക്കുമായിരുന്നു മുൻ വേദങ്ങൾ ഞങ്ങൾക്ക് ഇന്ന് ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ആ പുസ്തകങ്ങളുടെ ആവശ്യമില്ലാതെ ഖുറാൻ മനസ്സിലാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ നിങ്ങളുടെ ഉത്തരം ഇല്ല എന്നാണ് താങ്കൾ വീണ്ടും പറഞ്ഞത്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ഈ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് പൂർവ്വ ഗ്രന്ഥങ്ങളെ ആശ്രയിക്കേണ്ടി വരും. ഞാൻ ഈ പറയുന്നത് ജസ്റ്റ് വെറുതെ നിങ്ങൾ നിങ്ങളുടെ തഫ്സീറുകൾ എടുത്ത് വായിക്കണം. മൗദൂദിയുടെ വായിച്ചോ, അതല്ലെങ്കിൽ ജലാലയന്റെ വായിച്ചോ, നിങ്ങൾ ഏത് തഫ്സീറുകൾ എടുത്ത് വായിച്ചോ, അതിനകത്ത് ഖുറാന്റെ പല ആയത്തുകളും മനസ്സിലാക്കാനായിട്ട് അവര് ഉപയോഗിച്ചിരിക്കുന്നത് ഇന്ന് ക്രൈസ്തവരുടെ കൈകളിലുള്ള ബൈബിളിനെയാണ്. ഓക്കെ, എന്നിട്ട് അവരുടെ തഫ്സീറുകളിൽ പലരും, തഫ്സീർ എഴുത്തുകാർ പലരും അവർ കോട്ട് ചെയ്തിട്ടുണ്ട്. എന്താ കോട്ട് ചെയ്തേക്കണെന്ന് അറിയാമോ? ഇന്ന പുസ്തകത്തിൽ ഇന്ന അധ്യായത്തിൽ, അതായത് ബൈബിളിലെ ഇന്ന പുസ്തകത്തിൽ ഇന്ന അധ്യായത്തിൽ ഇന്ന വാക്യത്തിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്, അതാണ് ഖുറാനിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങളുടെ പണ്ഡിതന്മാര് ബൈബിള് നോക്കി മനസ്സിലാക്കി അതിന്റെ തഫ്സീറിൽ
ബൈബിളിനെ കോട്ട് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നിങ്ങളുടെ പണ്ഡിതന്മാർക്ക് ബൈബിളിനെ ആശ്രയിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ സോഹൻ ബ്രദറെ നിങ്ങൾക്ക് എങ്ങനെ ബൈബിളിനെ ആശ്രയിക്കാതിരിക്കാൻ പറ്റും? ഇനി നിങ്ങൾ എന്താണ് ആശ്രയിക്കുന്നത്? നിങ്ങൾ തഫ്സീറാണ് ആശ്രയിക്കുന്നത്. തഫ്സീർ ആരെയാണ് ആശ്രയിക്കുന്നത്? തഫ്സീർ ബൈബിളിനെയാണ് ആശ്രയിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇൻഡയറക്ട്ലി നിങ്ങൾ ബൈബിളിനെയാണ് ആശ്രയിക്കുന്നത്. ഓക്കെ, ഇനി വേണമെങ്കിൽ ഹോമോയിലേക്ക് പോവാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഞാനൊരു ഉദാഹരണം കൂടെ പറയാം. വളരെ വൈഡായിട്ട് ബൈബിള് പ്രയോജനപ്പെടുത്തിയ ഒരു വ്യക്തിയാണ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്. അദ്ദേഹം മലയാളക്കരയിലൊക്കെ ഇഷ്ടം പോലെ പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ഖുറാന്റെ പല വ്യാഖ്യാനങ്ങൾ എന്നുള്ള രീതിയിലല്ല, പലതും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അനേക പുസ്തകങ്ങൾ രചിച്ചിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പുസ്തകത്തിനകത്ത് ബൈബിള് നിറച്ചു കോട്ട് ചെയ്തേക്കാണ്. ഞാൻ റീസെന്റ് ഒരു പുസ്തകം അദ്ദേഹത്തിന്റെ വാങ്ങി വായിച്ചു. ഖുറാന്റെ 25 പ്രവാചകന്മാർ. ഓരോ പ്രവാചകനെയും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് ക്രൈസ്തവരുടെ കയ്യിലിരിക്കുന്ന ബൈബിളാണ്. ഞാൻ ജസ്റ്റ് താങ്കളുടെ അറിവിലേക്ക് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇന്ന് ഇത് എളുപ്പമാണ്, ഇന്ന് തഫ്സീർ ഉണ്ട്, ഇന്ന് മറ്റു പുസ്തകങ്ങളൊക്കെ അവൈലബിൾ ആണ് എന്ന് പറയുമ്പോൾ ആ പുസ്തകങ്ങൾ, നിങ്ങൾ ഏത് പുസ്തകത്തെയാണോ ആശ്രയിക്കുന്നത് ആ പുസ്തകം ആശ്രയിച്ച് നിൽക്കുന്നത് ബൈബിളിനെയാണ് എന്ന് സാഹചര്യവശാൽ താങ്കൾ എന്ന് ഓർമ്മപ്പെടുത്തി. അത്ര മാത്രമേ ഉള്ളൂ. ബൈ ദ വേ, താങ്ക് യു സോഹൻ. നിങ്ങൾ ചിന്തിക്കുക. ഓക്കെ, സോ നിങ്ങൾ നല്ലതായിട്ടാണ് എൻഗേജ് ചെയ്തത്. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലസ് യു. ഓക്കെ, ഞാൻ ഇതിനകത്ത് രണ്ട് കാര്യം തീർച്ചയായിട്ടും. മാത്രം. ഓക്കെ, ഒന്ന്, ഈ ഖുർആന്റെ ശൈലി മുസദ്ദിഖ ലിമാ ബൈന ഇതിനകത്ത് ഇന്ന ഹാദാ ലഫി സുഹുഫിൽ ഊല, തീർച്ചയായിട്ടും ഈ ഗ്രന്ഥം മുമ്പുള്ള വേദങ്ങളിൽ ഉള്ളത് തന്നെയാണ്. സുഹുഫി ഇബ്രാഹിമ വ മൂസ, അതായത് അബ്രഹാമിന്റെയും ഇബ്രാഹിം നബിയുടെയും മൂസ നബിയുടെയും ഒക്കെ വേദങ്ങളിൽ ഉള്ളത് തന്നെയാണ് പോലുള്ള സ്റ്റേറ്റ്മെന്റ് ഖുർആനിൽ കാണാം. എന്ന് വെച്ചാൽ മറ്റു ഇനി ഖുർആന്റെ ബേസിക് വിശ്വാസ രീതി തന്നെ എല്ലാ വേദഗ്രന്ഥങ്ങളിലും വിശ്വസിക്കാനും എല്ലാ പ്രവാചകന്മാരിലും വിശ്വസിക്കാനും ആ പ്രവാചകന്മാർ തമ്മിൽ തരംതിരിവ് കാണിക്കുകയില്ല എന്ന നിലപാട് സ്വീകരിക്കാനാണ്. ആ പ്രവാചകന്മാരിൽ ഒരാളുമായിട്ടും തരംതിരിവ് കാണിക്കുകയില്ല എന്ന നിലപാട് സ്വീകരിക്കാൻ വിശ്വാസികൾ ബാധ്യസ്ഥരാണ്. വക്കാലു സമീന, ഞങ്ങൾ കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു, നാഥ നിന്നിലേക്കാണ് ഞങ്ങളുടെ മടക്കം എന്ന് പറഞ്ഞിട്ടാണ് ആയത്ത് അവസാനിക്കുന്നത്. ഇത് മുസ്ലിം സമൂഹം സാധാരണ ഇതിൽ പാരായണം ചെയ്യുന്ന ഒരു ആയത്താണ്, സർവ്വസാധാരണ. അപ്പൊ ഇനി നിങ്ങൾ ഈ പറയുന്ന മറ്റു വേദങ്ങളും ഈ ക്രിസ്തു ഇനി ഖുർആനിൽ കാണാം മുസദ്ദിഖ ലിമാ ബൈന യദയ്യ മിനത്ത, ഒരു മീന ചേർത്ത് പറയും. മുസദ്ദിഖ ലിമാ ബൈന യദയ്യ മിനത്ത തൗറാത്ത് എന്ന് പറഞ്ഞാൽ ഈസാ നബി ഈസാ നബി ജീവിച്ചിരുന്ന കാലത്ത് ജൂതന്മാരെ കയ്യിലുണ്ടായിരുന്ന വേദഗ്രന്ഥത്തെ അപ്പാടെ അംഗീകരിച്ചില്ല. മിനത്ത് തൗറാത്ത് എന്ന് പറഞ്ഞാൽ അതിലുള്ള ചില ഭാഗങ്ങൾ എന്നർത്ഥം. മീന എന്ന് പറഞ്ഞാൽ 100 മുഴുവനുമല്ല, എന്തായാലും മുഴുവനുമല്ല. അത് 90% 80%, പാതിയാവാം, 30%, എത്രയാ. മീന എന്ന് പറഞ്ഞാൽ മുഴുവനും ഒരിക്കലും ആവില്ല. മീനത്ത് തൗറാത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖുർആൻ ഈ ക്രിസ്തു എന്താണ്, ഈസാ നബി എന്താണ് അവരോട് പറഞ്ഞത് എന്ന് ആയത്തിന്റെ നമ്പർ തന്നേക്കാവോ ബ്രദറെ? ബ്രദറെ, അവിടെ ഒരു സംശയം ഉണ്ടല്ലോ. നമ്മൾ ഈ പറഞ്ഞ ആയത്ത് ഞാൻ ഈ നമ്പർ നോക്കുന്ന ഒരു ശീലമില്ലാത്തതുകൊണ്ട് ഞാൻ ബൈഹാർട്ട് പഠിക്കുന്ന. സോഹൻ അറിയാമോ ആയത്ത് മുസദ്ദിഖ ലിമായി ബൈന യദയ്യ മിനത്ത് തൗറാത്ത്? ഖുർആനിൽ പലയിടത്തുണ്ട്. അതിന്റെ മലയാളത്തിൽ പറഞ്ഞാൽ ഞാൻ പറയാം എന്തോ എവിടെയാണ്. മുസദ്ദിഖ ലിമായി ബൈന യദയ്യ മിനത്ത് തൗറാത്ത്, നിങ്ങളുടെ കയ്യിലുള്ള തൗറാത്തിലെ ചിലതിനെ സത്യപ്പെടുത്തിക്കൊണ്ടും അതാണ് മുസദ്ദിഖ ലിമാ ബൈന യദയ്യ മിനത്ത് വമുബശ്ശിറൻ ബിറസൂൽ, ഒരു പ്രവാചകനെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ടും ഞാൻ വരുന്നു. ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് ക്രിസ്തു പറയുന്നു. മുസദ്ദിഖ ലിമാ ബൈ സൂറത്ത്, അതെനിക്ക് തോന്നുന്നത് സൂറത്ത് ജുമുഅ ആയിരിക്കും, അല്ലെങ്കിൽ 2:97 ബക്കറിന്റെ 97 ഒന്ന് വായിക്കാമോ? അത് സോന വായിക്കാം. 2:97. ഓക്കെ, ക്രിസ്റ്റോസ് ബ്രദർ ഇതിന്റെ ഇടയ്ക്ക് എന്തോ പറഞ്ഞായിരുന്നു. ക്രിസ്റ്റോസ് എന്തോ പറഞ്ഞായിരുന്നേ? ഇല്ല, എനിക്ക് ഇത് ആരാണ് ഇത് ഈസാ പറഞ്ഞു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതൊന്ന് കൺഫേം ആയി കിട്ടണം. അതാണ് അത് സോഹൻ പറഞ്ഞ അതുപോലെ എനിക്ക് തോന്നുന്നു. സോഹൻ ഓക്കെ, ഞാൻ വായിക്കാം. നബിയെ എന്നുള്ളത് ബ്രാക്കറ്റിലാണ്. നബിയെ പറയുക, ഖുർആൻ എത്തിച്ചു തരുന്ന, അതും ബ്രാക്കറ്റിലാണ്. ഖുർആൻ എത്തിച്ചു തരുന്ന എന്നുള്ളത് ബ്രാക്കറ്റിലാണ്.
ജിബ്രീൽ എന്ന മലക്കിനോടാണ് ആർക്കെങ്കിലും ശത്രുതയെങ്കിൽ അദ്ദേഹം അത് നിന്റെ മനസ്സിൽ അവതരിപ്പിച്ചത് അള്ളാഹുവിന്റെ ഉത്തരവനുസരിച്ച് മാത്രമാണ്. മുൻ വേദങ്ങളെ ശരിവെച്ചുകൊണ്ടുള്ളതും വിശ്വാസികൾക്ക് വഴികാട്ടുന്നതും സന്തോഷവാർത്ത നൽകുന്നതുമായിട്ടാണ് അത് അവതരിപ്പിച്ചിട്ടുള്ളത്. അതിനകത്ത് അത് അവതരിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് ബ്രാക്കറ്റിലാണ്. ഓക്കെ, ഇവിടെ ഏതാണ് താങ്കൾ പറയാൻ അതല്ല ഉദ്ദേശിച്ചത്? സോഹൻ, അതല്ല അല്ല, അതല്ല 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 സോഹൻ. അത് സൂറത്തില് ജുമുഅയിലോ അതിന് മുമ്പുള്ള സൂറത്തിന്റെ പേരെന്താണ്? അതിനകത്തോ ആണത്. മുസദ്ദിഖ ലിമാ ബൈന യദയ്യ വൈദ കാല ഈസ ഇബ്നു മറിയമ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. മുസദ്ദിഖ ക്രിസ്തുവിനെ മറിയമിന്റെ പുത്രൻ യേശു പറഞ്ഞത് ഓർക്കുക ഓക്കെ, ഇച്ചിരി എന്ന് മെല്ലെ പറഞ്ഞിട്ട് പറയാമോ? എന്താണ് മുസദ്ദിഖൻ ലിമാ ബൈന അല്ലല്ല യദയ്യ അത് മിനത് തൗറാത്ത്. ഒരു മിനിറ്റ് ഹോമോ ബ്രദറെ. അല്ല, അല്ല ഞാൻ ഹോമോയുടെ ആയത്തൊന്ന് കേൾക്കാൻ വേണ്ടിട്ടാ. ഇത് ഒന്നൂടെ പറഞ്ഞ മുസിത്ത കലി. മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാത്ത്. ഓ, ഒരു മിനിറ്റ്. നിങ്ങളുടെ മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാത്ത്. അല്ല ഹോമോ അതിന്റെ ആ അധ്യായത്തിന്റെ പേര് വന്നില്ല. എന്താ ഹോമോ? ജുമ ആ സൂറത്ത് ജുമയിലാണോ അല്ലെ അതിന് മുമ്പുള്ള സൂറത്തിലോ ആണ്? ഞാൻ അത് ബൈഹാർട്ട് പഠിക്കുന്നത്. ഞാൻ ഈ ഇപ്പോഴത്തെ സിസ്റ്റം ഉണ്ടല്ലോ നമ്പർ പഠിക്കുന്നത്, എനിക്ക് പ്രാക്ടീസ് ഇല്ല. മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാത്തി വബശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. നോക്കാം, സോഹന് നോക്കാമോ? അത് മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാത്തി, അത് സൂറത്ത് ജുമയിലായിരിക്കാം, അതിന് മുമ്പത്തെ ആയത്തിലാണ്. രണ്ടാമതൊന്നിലാണ് എനിക്കറിയാം. അല്ല ഹോമോ ഈ ജുമ എന്ന് പറഞ്ഞാൽ നമ്മള് നിങ്ങള് അറബിക് വേർഡ് അല്ലല്ലോ റിസൈറ്റ് ചെയ്ത് സാധാരണ നമ്മൾ ഒരധ്യായത്തിന്റെ പേരാണ്, അറബിക് പേരാണ് ജുമ. സൂറത്തിന്റെ അതെ, അത് നമ്മൾ മലയാളത്തിൽ പറയുമ്പോ അൽമായിദന്റെ 46 5:46 എടുത്ത് വായിച്ചു. 5:46 നമ്മൾ വായിച്ചതാണ്. 5:46 നമ്മൾ വായിച്ചതാണ്. വഖഫൈന അലാ ആസാരിഹിം ബിഈസ ഇബ്നു മറിയമ അതല്ലേ? അല്ല, അവസാനത്തെ അധ്യായം. അഞ്ചൊന്നുമല്ല, അത് അവസാനത്തെ അധ്യായം. അവസാനത്തെ രണ്ടാമത്തെ അധ്യായം. വഈസ ഇബ്നു മറിയമ അതിന്റെ ആശയം എന്താണ്? മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി മിനത് തൗറാത്തി വആതൈനൽ ഇൻജീല ഫീഹി ഹുദം വനൂറ. അവിടെ മീന പറഞ്ഞു കേട്ടോ. മുസദ്ദിഖൻ ലിമാ ബൈന മീൻ പറഞ്ഞാൽ ഖുർആൻ അത് മുഴുവനുമല്ല. എവിടെ മീനാന്ന് ചേർന്നോ അവിടെ അതുണ്ട്. ഞാൻ പറഞ്ഞ സൂറത്ത് ആയത്ത് അതല്ല, പക്ഷെ ഇവിടെയും നിങ്ങൾ പറഞ്ഞത് മീനയുണ്ട്. മീന എന്ന് ചേർന്നാൽ അല്ല ഹോമോ, ഇത് ആരോട് പറയുന്നത്? ഇത് ഈസാ നബി പറയുന്നതല്ലല്ലോ, ഇത് മുഹമ്മദിനോട് പറയുന്ന കാര്യമല്ലേ, അല്ലാതെ ഈസാ നബിയോട് പറയുന്ന ഈസാ നബി പറയുന്ന കാര്യമല്ലല്ലോ. ശരിയല്ലേ? അല്ല, ഈസാ നബി ആ സമൂഹത്തോട് എന്താണ് പറഞ്ഞത് എന്ന് ഖുർആൻ പറയുകയാണ്. ആ സമൂഹത്തോട് ഈസാ നബി പറഞ്ഞത് നിങ്ങളെ കയ്യിലുള്ള തോറയിലെ ചില ഭാഗങ്ങളെ സത്യപ്പെടുത്തിക്കൊണ്ടും ഇപ്പൊ ഈ പറഞ്ഞ കാര്യത്തിൽ എടുത്ത് അവിടെ ഇതില്ല. ഇപ്പൊ നമ്മൾ രണ്ടാമത് നോക്കിയ ആ ഭാഗത്തും അതില്ല. നിങ്ങൾ ഈ പറയുന്ന രീതിയിലില്ല. ഞാൻ പറഞ്ഞ ഹോമോയ്ക്ക് മനസ്സിലായോ? മീന ചേർത്തിട്ട് ഒരിക്കലും സ്ഥലത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് ആ കയ്യിലുള്ള ക്രിസ്തു അവരെ കയ്യിലുള്ള തൗറാത്തിനെ സമ്പൂർണമായിട്ട് അംഗീകരിച്ചിട്ടില്ല എന്ന പരാമർശം കൃത്യമായിട്ട് ഖുർആൻ പറയുന്നുണ്ട്. ഓക്കെ, ഒന്ന് കൃത്യമായിട്ട് പറയും. നിങ്ങൾ ഇപ്പൊ പറഞ്ഞ രണ്ടിടത്തും അങ്ങനെ കാണുന്നില്ല. മീന ചേർത്തിട്ടാണ് പറയുന്നത്. മീന തൗറാത്ത്. അല്ല, ഇപ്പൊ ഈ പറഞ്ഞെടുത്ത് അങ്ങനെ ഇല്ലെന്നേ. നിങ്ങൾ മുമ്പ് മറ്റേ അതൊന്ന് ജുമ എന്ന് പറയുന്ന ലാസ്റ്റത്തെ ഹോമോ ഒരു സെക്കൻഡ് ഹോമോ ഒരു കൺഫർമേഷൻ വേണ്ടിയാ. നിങ്ങളിപ്പോ പറഞ്ഞില്ലേ ഈ ആയത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, അത് ഏറ്റവും ലാസ്റ്റത്തെ ആയത്തെന്നാണോ ഹോമോ പറഞ്ഞത്? അല്ല, ഈ മീനാട് അർത്ഥം പുള്ളി എന്തു പറഞ്ഞേ? മീനാട് അർത്ഥം എന്തു പറഞ്ഞേ? 30 ജുസുകളാണ് ഖുർആൻ. ഹോമോ മീനാട് അർത്ഥം എന്തു പറഞ്ഞേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിൽ നിന്ന് അതിനകത്ത് കുറച്ച്, മുഴുവൻ ഒരിക്കലും ഇല്ല. ഈ ഓഫ് എന്നുള്ള അർത്ഥമല്ലേ ഉദ്ദേശിക്കുന്നത്? ഓഫ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇത് വേറെ ലാംഗ്വേജ് അല്ലേ. മിന എന്ന് അല്ല my pronunciation may be not wrong. I mean not right. Okay, ഇങ്ങനെ ബൈന യദാഹി മിന അൽ തൗറാത്ത്, അതായത് അവന്റെ കയ്യിലുള്ള തൗറാത്തിനെ. കറക്റ്റ് അല്ലേ? ബൈന യദയ്യ മീന എന്ന് പറഞ്ഞാല് ബൈന യദയ്യ മീന തൗറാത്ത്. മീന എന്ന് പറഞ്ഞാൽ പിന്നെ അതിനകത്ത് മുഴുവനും എന്നർത്ഥമല്ല. മീന എന്ന് ചേരാൻ പാടില്ല. ഓഫ് എന്നുള്ള അർത്ഥമാണെന്നാണല്ലോ നിങ്ങളുടെ
അല്ലല്ല ഓഫ് എന്ന് പറയാൻ പറ്റില്ല, ഇത് വേറൊരു ഭാഷയല്ലേ. അല്ല അതാ അതിന് പറഞ്ഞ ഈ അതുപോലെ ഭാഷ അല്ല ഹോമോ, ഈ ഭാഷ തർജ്ജമ ചെയ്ത് വെച്ചിരിക്കുന്നത് ക്രിസ്ത്യാനികളും ഇവിടുത്തെ ഹിന്ദുക്കളും അല്ലല്ലോ. ഇത് തർജ്ജമ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇസ്ലാമിസ്റ്റുകളല്ലേ, അതും പണ്ഡിതന്മാരല്ലേ, സ്കോളേഴ്സ് അല്ലേ. അങ്ങനെ പറയാൻ ഒക്കത്തില്ല. ഇതിന്റെ പ്രശ്നം എന്താ? ഒന്നാമത്തത് ഇസ്ലാമിൽ പണ്ഡിതന് വലിയ വിലയില്ല. ഇസ്ലാം ഖുറാൻ എന്തോ പറഞ്ഞിരിക്കുന്നത് അല്ല, ദൈവമേ എന്തുവാണ് ആരാ ഹോമോ എന്തോ ഈ ബ്രദർ നിങ്ങൾ പറയുന്നേ? പറയുന്നത്? എല്ലാം കൈവിട്ട് അത് പോയല്ലോ. കലക്കി തകർത്ത് തരിപ്പണായിക്കൊള്ളല്ലേ. ഇത് എന്റെ പണ്ഡിതന്മാർക്ക് നിലപാടല്ല. വിലയില്ലേ? ഖുറാൻ പറഞ്ഞു. അതെ, ഒരു മിനിറ്റ് ഞാൻ പറയാം. ഇന്ന കസീറ മിനൽ അഖ്ബാരി വർ റുഹ്ബാൻ ഇല്ല യഅ്കുലൂന അംവാലൻ നാസ ബിൽ ബാത്തിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ് എന്ന് ഖുറാൻ പറഞ്ഞു. ഇത് എന്ന് ഈ പറഞ്ഞ ഇത് പണ്ഡിത ഇത് പുരോഹിതന്മാരുടെ ഇത് ഈ അതിന്റെ മലയാളം അറ്റ്ലീസ്റ്റ് ഇംഗ്ലീഷോ പറഞ്ഞേ? അല്ല അല്ല ഇത് എനിക്ക് ബ്രദറെ മലയാളം പറഞ്ഞു. അല്ല നിങ്ങൾ പണ്ഡിത ഇത് ഇത് ഏത് പുരോഹിതന്മാരുടെ ആയത്താണെന്ന് അധികമാളുകളും പറയാവോ? നിങ്ങൾ ഇപ്പൊ പറഞ്ഞ ഞാൻ ഏത് പറയാം ആയത്താണെന്ന് പറയാവോ? പറയാം പണ്ഡിത പുരോഹിതന്മാരിൽ അധിക ആളുകളും ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി തിന്നുന്നവരും ജനങ്ങളെ ദൈവിക മാർഗത്തിൽ നിന്ന് തടയുന്നവരുമാണ് അധികം ആളുകളും, അത് കുറച്ചല്ല. അല്ല ഇത് മദ്രസകളിൽ ഏത് പോയി ആയത്താ? തൽക്കാലം ആയത്ത് മദ്രസകളിൽ ഏതാ? പോയി പറയാ സഹോദര, പ്ലീസ്. ഇത് ഇത് ആയത്ത് മോശമാണ്, ഏതാണ് ഇത് ഹോമോ? മോശമാണ്. ഇത് ഹോമോ മോശമല്ല. പണ്ഡിതന്മാരെ കുറിച്ച് അല്ല ഖുറാൻ നല്ല സാമ്ര വാക്ക് അല്ല പറയുന്നു. ഒരു സെക്കൻഡ് ഹോമോ ഇത് അറ്റ്ലീസ്റ്റ് ഈ ആയത്ത് എവിടെയാണെന്ന് പറയാവോ നിങ്ങൾ ഇപ്പൊ പറഞ്ഞത്? ഇന്ന കസീറം മിനൽ അഹ്ബാരി വർ റുഹ്ബാനി ലയഅ്കുലൂന അംവാലൻ നാസ് ബിൽ ബാത്തിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ്. എവിടെയെന്ന് പറയാമോ? എന്റെ ഹോമോ താങ്കളൊന്ന് പറ. ഞങ്ങൾ ഇത് താങ്കളല്ലേ ചോദിക്കുന്നത്. ഞാൻ സോഹനെ വില ഓക്കെ, കുറച്ച് ഒരു പണി കണ്ടതല്ല ചെയ്യാം. കേട്ടോ. അതിന്റെ മലയാളം ഒന്ന് ഡോണ്ട് പറയാമോ? വറി. അതിന്റെ മലയാളം ഒന്ന് പറഞ്ഞു ഞാൻ അതായത് ട്രൈ അല്ല ഇത് ചെയ്യട്ടെ. ഹെഡിങ് പറഞ്ഞാൽ മതി. തീർച്ചയായിട്ടും ഈ പണ്ഡിത ഹോമോ പറയുന്ന ഹോമോ ഒരു മിനിറ്റ്, ക്രിസ്റ്റസ് ബ്രദർ ഒരു മിനിറ്റ്, അതിന്റെ മലയാളം ഒന്ന് നിങ്ങൾ ഇച്ചിരി സ്ലോലി ഒന്ന് പറഞ്ഞു. ഓക്കെ. എന്തുവാണ്? തീർച്ചയായിട്ടും പണ്ഡിത പുരോഹിതന്മാരിൽ അധികവും ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി തിന്നുന്നവരും ജനങ്ങളെ ദൈവിക മാർഗത്തിൽ നിന്ന് തടയുന്നവരുമാണ്. ഇത് ഖുറാന്റെ ആയത്താണോ ഇപ്പൊ പറഞ്ഞത് അല്ലേ? ഖുറാന്റെ അകത്ത് നമ്പർ എന്ന് പറഞ്ഞ നമ്പർ എന്ന് പറഞ്ഞ ഹോമോ വേറെ ഒന്നും തോന്നില്ലേ ഹോമോ? എനിക്ക് ഇല്ല ഞാൻ പറയുന്നൊന്നും തോന്നില്ല ഹോമോ. എനിക്ക് ഇതിന്റെ മേളത്തെ ഹെഡിങ് ആയത്തിന്റെ ആ പേരൊന്ന് പറയാമോ? ഈ സൂറ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമല്ലോ, അതിന്റെ അന്നേരം തപ്പിയെടുക്കാൻ എളുപ്പമുണ്ടല്ലോ, ഞാനത് നോക്കി അതൊന്ന് പറഞ്ഞാൽ മതി. ഒരു മിനിറ്റ്, ഞാൻ ബൈഹാർട്ട് പഠിച്ചു. നമ്മൾ ഇങ്ങനെ ഒരിക്കലും ഇങ്ങനെ ഈ തർക്കിക്കാൻ വേണ്ടി പഠിച്ചതല്ലാത്ത അല്ല ഓക്കെ അത് ഓക്കെ. അതിൽ ഞാൻ പറയും നമ്മളിപ്പോ ഹെഡിങ് നിങ്ങൾ പറയുമല്ലോ, ഇപ്പം ബക്ര അൽ ബക്ര അല്ലെങ്കിൽ ഈ ക്ലാസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പറയുമല്ലോ, അതിലേതാ? ഈ MM അക്ബർ എന്ന ചങ്ങാതി കൊണ്ടുവന്ന പരിപാടിയാണത്. ഇസ്ലാമിക സമൂഹത്തിൽ അങ്ങനെ ഒരു പഠിത്ത രീതി ഉണ്ടായിരുന്നില്ല. ഇവരാണ് കേരളത്തിൽ അതിനു മുമ്പ് കൊണ്ടുവന്ന സാക്കിർ നായിക്കാണ്. ഞങ്ങൾക്ക് ആർക്കും ഇത് അറിയില്ല. ഈ നമ്പർ വെച്ചിട്ട് അപ്പൊ തർക്കിക്കുന്നത്. നിങ്ങൾക്ക് ഈ ചാപ്റ്റർ വൈസ് ഉള്ള പരിപാടി ലെറ്റ് ഇല്ലേ? സ്പീക്ക്. അല്ല ഞാനത് സൗഹൃദപരയോടെ ചോദിച്ചേ. ഓക്കെ, ഇതൊന്ന് നോക്കാവോ? അക്ബറിന്റെ കാര്യം ഒന്ന് ഒരു പറയട്ടെ. മിനിറ്റ്, അക്ബറിന്റെ കാര്യം പുള്ളി ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. പറയൂ. ഓക്കെ, അക്ബറിന്റെ കാര്യം കംപ്ലീറ്റ് ചെയ്യുക, അതിനുശേഷം നമ്പർ പറ. അപ്പൊ അവരെന്ത് ചെയ്യും? ഈ നമ്പർ കളിക്കും. സൂറത്ത് അറിയില്ല. 9:34 ഞാനേ ഹോമോ? സൂറ 9:34 ഒന്ന് നോക്കാവോ? ഒരു മിനിറ്റ്. അല്ല അദ്ദേഹം ഒന്ന് പറഞ്ഞതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് പോവാം. സോഹ ഒരു സെക്കൻഡ്. അദ്ദേഹത്തിന്റെ ഒരു 9:34 ഇല്ല പോവാം, 9:34. അങ്ങോട്ടേക്ക് പോവാം. അപ്പൊ അദ്ദേഹം പറഞ്ഞൊന്ന് തീർത്തോട്ടെ. ഞാൻ തീർത്തു അത്. അതായത് അന്ന് അപ്പൊ നമ്മള് പഠിക്കുമ്പോ എന്താ വെച്ചാൽ നമ്മുടെ സ്വന്തം താല്പര്യത്തിന് പഠിക്കുന്നത്, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പഠിക്കുന്നതല്ലേ, തർക്കിക്കാൻ വേണ്ടിയിട്ടില്ല. ഇപ്പൊ ഇവര് പഠിക്കുന്നത് തർക്കിക്കാൻ വേണ്ടി ആയതുകൊണ്ട് ഈ നമ്പറൊക്കെ വെച്ചിട്ട് അത് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും മറ്റുള്ളവർക്ക് പറയാൻ വേണ്ടിയിട്ടൊക്കെ പഠിക്കും. നമ്മൾ അങ്ങനെ പഠിച്ചിട്ടില്ല. ഇപ്പൊ എനിക്കിപ്പോ ഇത് നമ്പർ എടുക്കാൻ പറ്റും. ഞാനിപ്പോ രീതിയിൽ എനിക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. വലിയ പ്രയാസമുള്ള കാര്യമല്ല. ഞാൻ അങ്ങനെ ശ്രമിച്ച് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് എനിക്ക് ഈ പ്രശ്നം വരുന്നത്. അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾക്ക് ഇജുമ നിങ്ങളുടെ പണ്ഡിതന്മാരുണ്ടാക്കിയതല്ലേ ഇജുമ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സാധനങ്ങളൊക്കെ? ഇസ്ലാമിക സമൂഹത്തില് ഈ ഖുർആാനിനെതിരില് ഹദീസ് വരില്ല. ഹദീസിനെതിരിൽ ഇജ്മാ വരാൻ പാടില്ല. ഇതെന്താ പ്രശ്നം? ഖുർആാനെതിരിൽ ഹദീസ് ഉണ്ട്. അതുകൊണ്ട് വ്യഭിചാരി എറിഞ്ഞു കൊല്ല ഖുർആൻ ആയത്തുണ്ടാ? വ്യഭിചാരിക്ക് എറിഞ്ഞു കൊല്ലാൻ ഖുർആൻ ആയത്തില്ല. ഒരു കൊലപാതകി അല്ലാതെ കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെ എറിഞ്ഞു കൊല്ലും? അപ്പൊ ഇത് മുഴുവൻ എതിരാണ്. ഖുർആൻ ഇല്ല, ആയത്തുണ്ടായിരുന്നു എങ്ങനെ പറയാം? അപ്പൊ ഖുർആൻ സമ്പൂർണ്ണമല്ലെന്നായില്ലേ? അപ്പൊ ഖുർആൻ തന്നെ ഖുർആൻ ആയത്തുണ്ടായിരുന്നു എന്നുള്ളതിന് പണ്ഡിതന്മാര് പറയുന്നുണ്ട്. ആയത്തുണ്ടായിരുന്നു ബുഹാരി അങ്ങ് പറയല്ലേ, ഖുർആനിലില്ല. ഖുർത്തുബി പറയുന്നുണ്ട്. ഖുർആനിൽ ഒക്കെ കണക്കാൻ, നീ എല്ലാം കണക്കാൻ. അല്ല അപ്പൊ ഹദീസും തള്ളാമെന്നാണോ താങ്കൾ പറയുന്നത്? ഹദീസ് ഇല്ല, ഹദീസിൽ ശരി ഹദീസ് എടുക്കാൻ പറ്റില്ല. 9:34 സോഹന ഒരു സെക്കൻഡ് അദ്ദേഹം ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. നമ്മള് ഇല്ല നിൽക്കൂ, ഒന്ന് നിൽക്കൂ, തരാം. അദ്ദേഹം പറഞ്ഞു ഒന്ന് നിർത്തിക്കോട്ടെ. ഞങ്ങൾക്കൊരു കൺഫ്യൂഷൻ വന്നതുകൊണ്ടാ.
ഓ എന്റെ പൊന്നെ ഒന്ന് അല്ല നിൽക്കൂ, ഒന്ന് നിർത്തുവോ? നിങ്ങൾ സോഹനെ ചോദിച്ചതല്ലപ്പാ. ഞാൻ തരാം ഞാൻ തരാം. ഇല്ല, ഹോമോ ഞങ്ങളുടെ ഒരു സംശയമാണ്. ഹോമോയെ സംബന്ധിച്ചിടത്തോളം ഖുറാൻ മാത്രമാണ് താങ്കൾ എടുക്കുന്നത്. ഹദീസുകളും കിയാസ്, ഇജ്മ ഇതെല്ലാം താങ്കൾ തള്ളുന്ന, അല്ലെങ്കിൽ തള്ളുന്നല്ല, താങ്കൾ അതിന് വില കൽപ്പിക്കുന്നില്ല. അങ്ങനെയാണോ താങ്കളുടെ നിലപാട്? അറിയാൻ വേണ്ടി ചോദിച്ചാണ്. അങ്ങനെ മാത്രല്ല ഞാൻ ഏറ്റവും പരിഗണിക്കുന്നത് മനസാക്ഷിയാണ്. ഖുർആൻ പറഞ്ഞത് ഫാക്കിയും ബജിയക്ക ലിദ്ദീനി ഖലീഫ എന്റെ ഫിത്രത്തല്ലാഹി ദൈവമേ, ഫത്തറന്നാസ നമുക്ക് അലൈഹ ആയത്ത് ഇപ്പൊ ലാ ഇനി എടുക്കണ്ട. എന്നാ ചോദിച്ചാൽ ഞങ്ങൾക്കൊന്ന് ക്രോസ് ചെക്ക് ഇറ്റ്സ് ചെയ്യാൻ ഓക്കെ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. ഇറ്റ്സ് ഓക്കെ ലെറ്റ് അല്ല പോട്ടെ ഹിം അർത്ഥം പറയാം. അതായത് ഞാൻ അംഗീകരിക്കുന്നത് മനുഷ്യന്റെ ഏറ്റവും സുപ്രധാനമായിട്ട് മനുഷ്യന്റെ മനസാക്ഷിയാണ്. അതിന്റെ മേലെ ഒരു വേദഗ്രന്ഥവും വരില്ല. അത് കഴിഞ്ഞിട്ടാണ് ആ കോമൺ സെൻസിനെ നമ്മൾ സപ്രസ് ചെയ്യരുത്. നമ്മുടെ മനസാക്ഷിയെ നമുക്ക് വേറെ എന്തെങ്കിലും കാഴ്ചപ്പാട് അടിമപ്പെടുത്തിയിട്ടില്ലെങ്കിൽ, നമ്മുടെ കുലം ഇതാണ് അല്ലെങ്കിൽ നമ്മുടെ കുടുംബം ഇതാണ്, അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ വേണം എന്നൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ലെങ്കിൽ ആ മനസാക്ഷി ദൈവികമാണ്. ഫദാലിക്ക ദീനുൽ ഖയ്യിമ എന്നാണ്, സമ്പൂർണമായ ദീൻ ആ മനസാക്ഷിയാണ്. അത് കഴിഞ്ഞിട്ടേ വേദഗ്രന്ഥം വരുള്ളൂ. ഇനി ഖുർആനിലേക്ക് തന്നെ അന്തരെയും ബദരെയും പോലെ എടുത്ത് ചാടരുത് എന്ന ഖുർആൻ പറയും. എടുക്ക ചെയ്യണമെന്ന്, ചാടരുത്. അപ്പം ഒന്ന് മനസാക്ഷിയാണ്, രണ്ടാമത് ഈ വേദഗ്രന്ഥം ഖുർആൻ മാത്രം, എല്ലാ വേദഗ്രന്ഥങ്ങളും ഉണ്ട്. ഖുർആൻ മാത്രം വിശ്വസിച്ചാൽ പോരാ, അതുകൊണ്ട് ഒരിക്കലും പാടില്ല. എല്ലാ വേദഗ്രന്ഥങ്ങളും വിശ്വസിക്കണം, ഈ എല്ലാ ഈ മനസ്സെന്ന് പ്രവാചകന്മാരും പറഞ്ഞത്, ഒക്കെ മനസാക്ഷി എന്ന് പറയുന്നത് എന്തിന്റെ ബേസിനകത്താ താങ്കൾ അതിനെ ഡിഫൈൻ ചെയ്യുന്നത്? മനസാക്ഷി ഞാനത് ദ ലോ ഓഫ് ദ ലാൻഡ് ആണോ? നമ്മളത് തീരുമാനിച്ചാൽ മതി. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാ ഹോമോ. താങ്കൾ എനിക്കറിയില്ല നമ്മളൊക്കെ തന്നെ താങ്കൾ മനസാക്ഷി മനസാക്ഷി വെച്ചിട്ടാണല്ലോ താങ്കൾ ഓരോന്നും ക്രോഡീകരിച്ചെടുക്കുന്നത്. ഈ മനസാക്ഷിക്ക് താങ്കൾ കൊടുക്കുന്ന ഡിഫൈൻ എന്താണ്? ദ ലോ ഓഫ് ദ ലാൻഡ് ആണോ? അതായത് ഇന്ത്യയുടെ നിയമം അനുസരിച്ചാണോ താങ്കളുടെ മനസാക്ഷി അതെ പ്രവർത്തിക്കുന്നത്? ഞാൻ ലോക ദ ലാൻഡ് എങ്ങനെ? എന്നുള്ളതല്ല, ഞാനിപ്പോ ലോകത്ത് ഇപ്പൊ അമേരിക്കൻ ഭരണഘടന, അപ്പൊ അമേരിക്കയിൽ ഒരു 10 പൈസന്റെ കൈക്കൂലി കൊടുത്ത് ഇന്ന് നടക്കൂ ഇല്ല. അപ്പൊ അമേരിക്കൻ ഭരണഘടന അപ്പൊ അതുപോലെ ലോകത്തുള്ള എല്ലായിടത്തുള്ള ഭരണഘടന ഉണ്ട്. ഞാൻ അതിനേക്കാൾ ഇഷ്ടപ്പെടുന്നത് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളാണ്, അതായത് കമ്മ്യൂണിസ്റ്റ് അപ്പൊ തീർച്ചയായിട്ടും ദാസ് ഞാൻ ക്യാപിറ്റൽ അല്ലേ? അതല്ലേ ദാസ് ക്യാപിറ്റൽ? അപ്പൊ ആ മനസ്സിലാക്കി സാധനമാണ് താങ്കൾ ഉദ്ദേശിക്കുന്ന താങ്കളുടെ മനസാക്ഷിക്കുള്ള വേദഗ്രന്ഥം. തീർച്ചയായിട്ടും റൈറ്റ്? വേദഗ്രന്ഥം എന്നല്ല, തീർച്ചയായിട്ടും മനുഷ്യർക്ക് പിന്നെ എല്ലാവർക്കും ജീവിക്കാനുള്ള വേദഗ്രന്ഥം വാക്ക് ഉപയോഗിക്കണ്ട. വേദഗ്രന്ഥം അല്ല, അല്ല, അത് താങ്കളുടെ വേദഗ്രന്ഥം അടിസ്ഥാനം ഖുറാനാണ്. എന്താണോ നമ്മൾ പറയത്തില്ല, യൂഷ്വലി നമ്മൾ പറയത്തില്ല അത് നിങ്ങളുടെ വേദഗ്രന്ഥമാണ്, അത് വേദം പഠിപ്പിക്കുന്ന ഗ്രന്ഥം അല്ല, എന്നാണ്. അല്ല, താങ്കളുടെ അല്ല, ബേസ് അല്ല, എന്താണോ, അല്ല. താങ്കളുടെ മൊറാലിറ്റി ബേസിക് എന്താണെന്ന് വിശ്വസിക്കുന്നതാണ് താങ്കളുടെ അല്ലല്ല വേദഗ്രന്ഥം. അല്ലല്ല അതിനനുസരിച്ചാണ് താങ്കളുടെ അല്ല മനസ്സ് പാകപ്പെടുത്തിയിരിക്കുന്നത്. മനസാക്ഷിയാണ് റൈറ്റ്? മനസാക്ഷിയാണ് സമ്പൂർണമായ നമ്മുടെ ദീൻ എന്ന വാക്ക ഖുറാൻ ഉപയോഗിച്ച് സമ്പൂർണമായ ദീൻ മനസാക്ഷിയാണെന്ന് ഖുറാൻ പറയാണ്. ശരി, ആ ശരി. ആ മനസാക്ഷിയിലേക്ക് മനസാക്ഷി എഴുതിയുണ്ടാക്കിയ എന്തിനെ ബേസ് ചെയ്തിട്ടാ സഹോദര ഈ മെനഞ്ഞെടുക്കുന്നത്? അല്ല, അങ്ങനെ ഞാൻ തർക്കിക്കാനില്ല. അപ്പൊ ആ മനസാക്ഷി കറക്റ്റ് അത് ആണെങ്കിൽ തർക്കിക്കണം. കാരണം താങ്കൾ ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ട് താങ്കൾക്ക് സമർത്ഥിക്കാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ യു ആർ റോങ്. അല്ല, ഞാൻ റോങ് ആയിക്കോട്ടെ, എനിക്ക് പ്രശ്നമില്ല. ഞാൻ പറയുന്നത് എന്നാ ബാക്കി ഞാൻ പറഞ്ഞോളാം. ആ അതായത് മനസാക്ഷി ഈ പറയപ്പെടുന്ന ഒരു രാജ്യത്ത്, നമ്മൾ ഏത് രാജ്യത്തിന്റെ ആയാലും, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ ആശയത്തിന്റെ പേർത്ത് തന്റെ മനസാക്ഷിയെ രൂപീകരിച്ചെടുത്തിട്ട് പറയുന്നു ഇതാണ് എന്റെ മനസാക്ഷി എന്ന് പറയുന്നു. അല്ലാതെ മനസാക്ഷി എന്ന് പറയുന്നത് ലോ ഓഫ് ദ ലാൻഡ് ആണെന്നുണ്ടെങ്കിൽ യു ആർ ഫോളോയിങ് ദ ലോ ഓഫ് ദ ലാൻഡ്. അപ്പൊ താങ്കൾ ഇവിടുന്ന് കിങ് ജോങ്ങിന്റെ നാട്ടിൽ ചെല്ലുമ്പോൾ താങ്കളുടെ മനസാക്ഷി മാറും. ഇത് കഴിഞ്ഞതിന് ശേഷം വേറെ ഏതെങ്കിലും ഒരു അറബി രാജ്യത്ത് ചെല്ലുമ്പോൾ താങ്കളുടെ മനസാക്ഷി മാറും. കാരണം താങ്കളുടെ മനസാക്ഷി ബേസ്ഡ് ഓൺ ദി ലോ ആണ്, അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ എ പർട്ടിക്കുലർ ബുക്ക് ആണ്. അതന്നെയല്ലേ ബൈബിള് പഠിപ്പിക്കുന്നതും. ബൈബിൾ പഠിപ്പിക്കുന്നുണ്ടോ? എവിടെങ്കിലും പോയിട്ട് ആരെങ്കിലും കൊല്ലാൻ വേണ്ടി പഠിപ്പിക്കുന്നുണ്ടോ? ആ ലോ ഓഫ് ദ ലാൻഡ് ഫോളോ ചെയ്യാനല്ലേ പഠിപ്പിക്കുന്നത്. ലോ ഓഫ് ദ ലാൻഡ് ഫോളോ ചെയ്യാൻ പറഞ്ഞതിനകത്ത് ലോ ഓഫ് ദ ലാൻഡ് ഫോളോ ചെയ്യാൻ ഇപ്പൊ ക്രിസ്ത്യാനികളുടെ അടുത്ത് നാളെ ഇന്ത്യ ഗവൺമെന്റ് ഇവിടെ പറയുകയാണ്, ഓക്കെ കിൽ ഓൾ ദ മുസ്ലിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡു വി കിൽ? നോ, വി ഡോണ്ട്. പക്ഷേ അത് ലോ നിങ്ങളുടെ ഓഫ് ദ ലാൻഡ് ആവുന്ന മുസ്ലിയാർ എങ്ങനെയാണ്? പറയാണ്, നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മുസ്ലിയാർ അല്ലേ ലോ പറയുക ഓഫ് ദ ലാൻഡ് എന്ന് പറയുന്നത്? സാമ, എന്തോ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ ലോ ഓഫ് ദ ലാൻഡ് എന്ന് പറയുന്നത്? നിയമം. ലോ ഓഫ് ദ ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രമല്ലല്ലോ. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ പില്ലർ അല്ലേ, പിന്നെ അതിനെ ബേസ് ചെയ്തിട്ടാണ് നിയമം ഉണ്ടാവുന്നത്. പക്ഷെ ഗവൺമെന്റ് നിങ്ങളോട് മുസ്ലിങ്ങളെ കൊല്ലാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കേൾക്കേണ്ട ആവശ്യം എന്താ ഉള്ളത്? അത് നിയമമല്ലല്ലോ ഇവിടുത്തെ. ഞങ്ങൾ ചെയ്യത്തില്ല. അപ്പൊ അത് നിയമല്ല. ഞങ്ങളെ കൊന്നാ പോലും ഞങ്ങൾ ചെയ്യത്തില്ല. സോഹൻ മനസ്സിലായില്ലേ? നിങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, സോഹൻ കേൾക്കൂ, സോഹൻ കേൾക്കൂ. ഇപ്പോൾ ഒരു ഗവൺമെന്റ് ഞങ്ങളുടെ അടുത്ത് പറയുകയാണ്, ഇവിടുത്തുള്ള മറ്റുള്ളവരെ കൊല്ലാൻ വേണ്ടിയിട്ട് കൊന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, ഞങ്ങൾക്ക് പണ്ട് നെബൂഖദ്നേസറിന്റെ അടുത്ത് പറഞ്ഞ ഡയലോഗേ ഉള്ളൂ, മനസ്സിലായില്ലേ? നീ കൊന്നാലും ശരി തിന്നാലും ശരി ഞങ്ങളത് ചെയ്യില്ല.
അതാണ് ഞങ്ങളുടെ നീതി, ഞങ്ങളുടെ ഉദ്ബോധനം അതാണ്. പക്ഷെ തിരിച്ചൊന്ന് സോഹൻ പറയാൻ പറ്റുമോ? സോഹന്റെ മുസ്ലിയാർ നാളെ പറയുകയാണ് നമുക്കിവിടെ ഈ ഇന്ത്യ രാജ്യം പിടിച്ചെടുക്കണം, നമുക്ക് ആക്രമണം നടത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡു യു ഫോളോ ഹിം ഓർ ഡു യു ഫോളോ യുവർ മനസാക്ഷി? കാരണം നിങ്ങളുടെ പ്രമാണത്തിൽ അത് ഉണ്ട് സഹോദര. ഇല്ല, ഖുർആൻ പറയുന്ന ഒരു കൊലപാതകി അല്ലാതെ കൊല്ലാൻ പാടില്ല എന്നാണല്ലോ. ഇസ്ലാം മതം മുഴുവൻ അള്ളാഹുവിന് വേണ്ടി ആകുന്നിടം വരെ നിങ്ങൾ യുദ്ധം ചെയ്യാനാ പറയുന്നത്. യുദ്ധത്തിൽ പിന്നെ പിടിച്ചു വെച്ച് ഉമ്മ കൊടുക്കുവാണോ നിങ്ങൾ ചെയ്യുന്നത്? അവിടെ എന്നിട്ടാണ് പറയുന്നത് മനസാക്ഷിക്ക് വിട്ടുകൊടുക്കുന്നത്. മതം മുഴുവൻ ദീൻ എന്ന് മനസാക്ഷിക്ക് പറഞ്ഞു ആ കഴിഞ്ഞാൽ ആയത്തൊന്നെടുത്തേ, ആ ആയത്തൊന്നെടുത്തേ. അത് സാം ബ്രദറെ, ആ സാം ബ്രദറെ, ഞാൻ ജസ്റ്റ് നമ്മൾ ആ ഇതിനകത്തോട്ട് പൊക്കോ, കുഴപ്പമില്ല. പക്ഷെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്തേക്കോ. എന്റെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഇപ്പൊ സോഹൻ പറഞ്ഞ ആ സൂറ 9:34 മുൻ വേദങ്ങളിലെ ചില ഭാഗങ്ങൾ എന്ന് താങ്കൾ സമർത്ഥിക്കാൻ ശ്രമിച്ചത് ആ ആയത്തിലും ഇല്ല കേട്ടോ. അതൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, ഞാനത് ചെക്ക് ചെയ്തു. സാം ബ്രദർ വേണമെന്നുണ്ടെങ്കിൽ ഇനി ആ വിഷയം ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ ചെയ്തോ, കുഴപ്പമില്ല. പക്ഷെ ഇല്ല സോഹൻ ഇല്ല പറഞ്ഞ ബ്രദറെ, ഞാൻ ആ ആ, പറഞ്ഞതിന്റെ ആ ഒരു ആശയത്തിന്റെ പൊരുത്തക്കേട് ഞാൻ ചൂണ്ടിക്കാണിച്ചതാണ്. മനസാക്ഷി യാ എന്ന് യാ യാ പറയുന്നത് മനസ്സിലായി മനസ്സിലായി. യഥാർത്ഥത്തില് അല്ല, അത് നല്ലൊരു ടോപ്പിക്കാ. അത് ഇത് ഇപ്പൊ ആദ്യം ചർച്ച ചെയ്തുകൊണ്ട് വന്നത് ഓൾമോസ്റ്റ് കൺക്ലൂഡ് ആയി. ഇപ്പൊ താങ്കൾ പറഞ്ഞ ഐ മീൻ താങ്കൾ എന്ന് ഉദ്ദേശിച്ചാൽ ഹോമോ കൊണ്ടുവന്ന ആ ആയത്ത് സൂറ 9:34 മുൻ വേദങ്ങളെ കുറിച്ച് ഒന്നും പറയുന്നില്ല. ഓക്കെ, അപ്പോ എനിക്ക് തോന്നുന്നില്ല. ഇനി ഏതെങ്കിലും വിധത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ താങ്കൾ ഞങ്ങൾക്ക് അത് കാണിച്ചു തരിക. ഇപ്പൊ ഇതിനകത്തുള്ളത് ഇങ്ങനെയാണ്. എനിക്ക് തോന്നുന്നത് സോഹൻ അത് വായിക്കാൻ ശ്രമിച്ചിരുന്നു, വേണമെങ്കിൽ വായിച്ചു. അതല്ലെന്നുണ്ടെങ്കിൽ ഞാൻ മലയാളത്തിൽ വായിക്കാം. സത്യവിശ്വാസികളെ, പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും പെട്ട ധാരാളം പേർ ജനങ്ങളുടെ ധനം അന്യായമായി തിന്നുകളയുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവരെ തടയുകയും ചെയ്യുന്നു. സ്വർണവും വെള്ളിയും നിക്ഷേപമാക്കി വെക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ അത് ചെലവഴിക്കാതിരിക്കുകയും ചെയ്യുന്നവരാരോ അവർക്ക് വേദനയേറിയ ശിക്ഷയെപ്പറ്റി സന്തോഷവാർത്ത അറിയിക്കുക. ഇതാണ് സോഹൻ ഉദ്ദേശിച്ച വാക്യമാണെങ്കിൽ. അതിനകത്ത് താങ്കൾ പറഞ്ഞ പോലെ മിന എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുണ്ട്. ഞാനത് ഇംഗ്ലീഷിലും കൂടി ഒന്ന് സോറി അറബിയിലും കൂടി ഒന്ന് പറയാം. യായൂഹ എന്ന് പറഞ്ഞാൽ ഓ യൂഹു ബിലീവ്. ഞാനിത് ഇന്റർലീനിയർ ആണ് നോക്കുന്നത്, ഖുറാൻ ഇന്റർലീനിയർ ആണ്. അല്ലാദീന ഓ യൂഹു ബിലീവ് അമാനു അല്ലെ, അമാനു ഇന്ന കാത്തിരൻ മിന. മിന എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ആ മിന എന്നുള്ളതിന്റെ മീനിങ് നേരത്തെ സാം ബ്രദർ പറഞ്ഞ പോലെ ഓഫ്, പ്രിപ്പോസിഷൻ ആണത്. ഓഫ് ഓഫ് അല്ല, തന്നെയാണ്. ഫ്രം. ഓക്കെ, എന്റെ ഈ കയ്യിലിരിക്കുന്ന ഈ ഇന്റർലീനിയർ ഖുറാനിൽ എഴുതിയേക്കുന്നത് ഓഫ് എന്നാണ് കേട്ടോ. ഞാനത് രണ്ടും ഏകദേശം ഒരേ ഇംഗ്ലീഷിൽ അർത്ഥം വേണമെങ്കിൽ തന്നെ വരിക. വായിക്കാം. ആൻഡ് ഓഫ് എന്ന് പറഞ്ഞാലും ഫ്രം എന്ന് പറഞ്ഞാലും ഏകദേശം ഒരേ അർത്ഥം തന്നെയല്ലേ വരുന്നത്. പ്രിപ്പോസിഷൻ ഔട്ട് എന്നാണ് ഓഫ് ഇതിനകത്ത് ഇറ്റ് എന്നുള്ള കാണിക്കുന്നത്. ഒരു ഓക്കെ, രീതിയിൽ, അതിൽ എന്നുള്ളതൊക്കെ വേണമെങ്കിൽ രീതിയിൽ അങ്ങനെ വേണമെങ്കിൽ പറയാം. ഞാൻ വേണമെങ്കിൽ ഇംഗ്ലീഷ് ഒന്ന് വായിക്കാം. ഓ യു ഹു ബിലീവ്, ഓ യു ബിലീവ്, ഓ യു ഹു ബിലീവ്, indeed many of the rabbis and the monks surely eat the wealth of the people in falsehood and hindered from the way of Allah, and those who hoard the gold and the silver and do not spend it എന്ന് പറഞ്ഞ് പിന്നെ താഴ്ത്തോട്ട്. അപ്പൊ ഇതിനകത്ത് ഇവിടെ മിനാന്നിന്റെ ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുന്നത് ഓഫ് എന്നാണ്. ഓക്കെ, ഞാൻ ഇനി നോബൽ ഖുറാനിൽ കൂടി ഒന്ന് നോക്കിയോട്ടെ അതിനകത്ത് എങ്ങനെയാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോഴത്തേക്കും വേണമെന്നുണ്ടെങ്കിൽ സോഹനം പറയണമെങ്കിൽ പറഞ്ഞു. പക്ഷെ അതിനകത്ത് ഓഫ് തന്നെയാണ്. 10:34. ഓ സോറി, 9. അല്ല ബ്രദറെ, വേറെ എടുക്കണ്ട. ഓഫ് എന്ന് പറഞ്ഞാലും അവിടെ അർത്ഥം വാട്ട് ഹി വാസ് സജസ്റ്റിംഗ് ഈസ് ഇറ്റ് ഈസ് നോട്ട് ഫ്രം ദ വോൾ ഓഫ് ദ ബുക്ക്, ഇറ്റ് ഈസ് ഔട്ട് ഓഫ് ദ ബുക്ക്. ലൈക്ക് ആ ബുക്കിന്റെ ഒരു ഭാഗമാണ് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അത് തന്നെയാണ് അവിടെ അർത്ഥം വരുന്നതും ഓഫ് എന്ന് കൊടുത്താലും. ഞാൻ നേരത്തെ ഉദ്ദേശിച്ച ആയത്ത് അതല്ല. മിനത്തൗറാത്ത് മുബശ്ശിറം, അതായത് മുസദ്ദിഖൽ ലിമായി ബൈന യദയ്യ മിനത്തൗറാത്തി എന്ന് ഖുറാൻ പറയുന്നുണ്ട്. നിങ്ങൾ അവരെ കയ്യിലുള്ള തൗറാത്തിലെ
ചില ഭാഗങ്ങളെ ഞാൻ സത്യപ്പെടുത്തിക്കൊണ്ടും ആണ് ഞാൻ വരുന്നത്. ഇത് ക്രിസ്തു പറയുന്നത്, ഈസാ നബി പറയുന്നത് അവരെ കയ്യിലുള്ള തൗറാത്തിനെ മുഴുവൻ അംഗീകരിച്ചു എന്നല്ല, സത്യപ്പെടുത്തി എന്നല്ല, അവരെ കയ്യിലുള്ള തൗറാത്തിലെ ചിലതിനെ മീന എന്ന് പറയുന്നുണ്ട്. ഇവിടെ പറയുന്നത് പുരോഹിതന്മാരെ എല്ലാവരും എന്നല്ല, പുരോഹിതന്മാരിൽ നിന്നുള്ള അധികം ആളുകളും കസീറൻ അവരെ കൂടുതൽ അധികം ആൾ മീന പറഞ്ഞിട്ട് പിന്നെ കസീറയും പറയുന്നു. അപ്പോൾ അവരിലുള്ള ഹോമോ അതിനകത്ത് ഏതൊക്കെയാണ് ഈ ഈസ, അതായത് മുസ്ലിങ്ങളുടെ ഈസ ഈ ആധികാരികപ്പെടുത്തിയിരിക്കുന്നത് ഏതൊക്കെയാണ്? അല്ല, അങ്ങനെയല്ല. ഈസാ നബി പറഞ്ഞത് ഈ ഒറ്റ വാക്യേ ഉള്ളൂ. മുസദ്ദിഖ ലിമാ ബൈന യദയ്യ മിനത്ത. അവരെ കയ്യിൽ തൗറാത്തിന്റെ കാര്യം പറയുന്നുള്ളൂ. തൗറാത്തിലുള്ള തൗറാത്തിലെ മുഴുവൻ അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ ഈസായ്ക്ക് അള്ളാഹു ഈ പറയപ്പെടുന്ന ഗ്രന്ഥം ഇറക്കി കൊടുത്തത് യഹൂദന്മാര് തെറ്റിപ്പോയെന്ന് പറഞ്ഞുകൊണ്ടാണ്. ആമേ റൈറ്റ്? അല്ല, ഈസാ നബി അതെ. തെറ്റിപ്പോയെന്നല്ല, അല്ല, അവരിലുള്ള ഈ പുസ്തകത്തിലെ മുഴുവൻ അംഗീകരിക്കാൻ പറ്റിയതല്ല. എന്ത് ശരി, പ്രശ്നങ്ങളുണ്ട്. അതിനകത്ത് അംഗീകരിക്കാൻ പറ്റുന്നത് ഏതാണെന്ന് ഈസ പറഞ്ഞു കൊടുക്കണ്ടേ? അതല്ല സാമ്പ്രദായം, അതിന് കുറച്ച് മുമ്പ് നമ്മൾ ചിന്തിക്കണം. അതായത് ഹോമോ ബ്രദറെ, നിങ്ങൾ ആ ആയത്തൊന്ന് പറയുവാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമാണ്. അതിനുശേഷമാണ് സത്യത്തിൽ ഇതിലേക്ക് വരേണ്ടത്. കിട്ടും. ഒറ്റ സെക്കൻഡ്, ഞാൻ ഒന്ന് ഇറങ്ങിയിട്ട് കയറാം. ഒറ്റ മിനിറ്റ്. അപ്പോൾ ഈ പറയപ്പെടുന്ന ഈസ എടുത്ത് ഈ ഗ്രന്ഥം കൊടുത്ത് ഇറക്കിയിട്ട് താഴോട്ട് വിട്ടിട്ട് ഇതിനകത്ത് ഏതൊക്കെ വിശ്വസിക്കണമെന്ന് പറയുന്നില്ല. ഞാനൊരു ബുക്ക് എടുത്ത് വെച്ചിട്ട് പറയും ഇതിലെ കുറേയൊക്കെ ഞാൻ വിശ്വസിക്കുന്നുണ്ടോ, എന്നാൽ ഏതൊക്കെയാണ് വിശ്വസിക്കുന്നത് അതിനെക്കുറിച്ചൊരു ഉത്തരവില്ല. സാമ്പത്തരെ, ഇതിനകത്ത് കുറെയൊക്കെ വിശ്വസിക്കാം അല്ലെങ്കിൽ കുറെയൊക്കെ വിശ്വസനീയമാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ ഖുറാൻ കോൺട്രാഡിക്ടറി ആവും. തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു പല ഭാഗങ്ങളിലും പറഞ്ഞിരിക്കുന്നത്, ഇപ്പൊ ഞാനത് ഒത്തിരി വായിച്ചു, അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് യഹൂദരുടെയും ക്രൈസ്തവരുടെയും കൈകളിലുള്ള പുസ്തകം ശരിയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, ഇനി മറ്റൊരു സ്ഥലത്ത് പറയുകയാണ് അതിൽ കുറെയൊക്കെ ശരിയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടായത്തിൽ ഏത് വിശ്വസിക്കണം എന്നുള്ള കൺഫ്യൂഷൻ വരും, സെൽഫ് കോൺട്രാഡിക്ടറി ആവും. ഇനി ഇത് സെൽഫ് കോൺട്രാഡിക്ടറി ആണെങ്കിൽ, ഇത് പരസ്പര വിരുദ്ധതയുള്ള സ്റ്റേറ്റ്മെന്റ് ഖുറാനിൽ കണ്ടാൽ ഖുറാൻ തന്നെ പറയുന്നു അത് പിന്നെ അള്ളാഹുവിന്റെ വചനം ആയിരിക്കത്തില്ലെന്ന്. എനിവേ, നമുക്ക് നോക്കാം ഇതിന്റെ ഇച്ചിരിയും കൂടെ ഒന്ന് കടത്തി ഒരു ചൂണ്ട ഇച്ചിരിയും കൊണ്ട് ഞാനൊന്ന് എറിഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും. അതായത് ഈ മുഹമ്മദീയർ പറയുന്നതനുസരിച്ച് ഇത് ഈ പറയപ്പെടുന്ന ബൈബിൾ അല്ലെങ്കിൽ ഇവരുടെ ഇഞ്ചീലിനെയും തോറയെയും റിമൂവ് ചെയ്തിട്ട് പുതിയ എന്തോ സംവിധാനം ഇവിടെ കൊണ്ടുവന്നെന്നാ പറയുന്നത്. ഈ കൊണ്ടുവന്ന സംവിധാനം അനുസരിച്ച് ഈ ലോകത്തിൽ ജീവിക്കുവാനാണോ മാന്യത, അതോ ഈ പറയപ്പെടുന്ന ബൈബിൾ അനുസരിച്ച് ജീവിക്കുവാനാണോ ഇവിടെ മാന്യത എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഏതിനകത്താണ് നിങ്ങൾക്ക് മൂല്യം കൽപ്പിക്കുന്നത്, ജനങ്ങൾ മൂല്യം കൽപ്പിക്കുന്നത്, അല്ലെങ്കിൽ നീതിബോധമുള്ളത് ഏതിനകത്താണ് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ എക്യു ബ്രദർ പറഞ്ഞ കണക്ക് ഒരു ബേസ് ലെവലിൽ നിൽക്കുന്ന സാധനം, അതായത് ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് തോറയും ഇഞ്ചിയിലുമാണ്. ഇതിന് ശേഷം ഇറങ്ങിയിരിക്കുന്ന ഒരു സാധനം കൊണ്ടുവന്നിട്ട് നിനക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഗോ ആൻഡ് ചെക്ക് ദ ഓൾഡ് വൺ. നീ പഴയതിനെ പോയി നോക്കണം. നമ്മുടെ നാട്ടിൽ നിയമം സംഹിത നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മളൊരു നിയമം ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിയമത്തിന് നമുക്ക് സെക്ഷനും സബ്സെക്ഷനും റൂളും ഉണ്ട്. അതിനുശേഷം നമുക്ക് അതിന് മേളിൽ നമുക്ക് പിന്നെ അതിന് ഓരോ കാര്യങ്ങൾ വരും. അപ്പം നമുക്ക് ഒരെണ്ണത്തിനകത്ത് സംശയമുണ്ടെങ്കിൽ നമ്മൾ അതിന് മുന്നമത്ത് പോയി നോക്കും, ഇതിങ്ങനെ തന്നെ ആണോ പറഞ്ഞിരിക്കുന്നത്. അതിനകത്തുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ കയറി പോകുന്നൊരു സംവിധാനം. ഇതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. ഇവിടെ മുഹമ്മദിന്റെ ദൈവമായ അള്ളാഹുവിന് വളരെ വ്യക്തമായിട്ട് അറിയാം, ഇത് വായിച്ചു കഴിഞ്ഞാൽ കോൺട്രഡിക്ഷൻ ഉണ്ടാവും. അള്ളാഹു ഈസ് നോട്ട് കേപ്പബിൾ ടു ആൻസർ എനിത്തിങ്. സോ അള്ളാഹു എന്തോ പറഞ്ഞ്, നിങ്ങൾ പോയിട്ട് ഈ പറഞ്ഞ അവര് മാറ്റിക്കളഞ്ഞെന്നോ അല്ലെങ്കിൽ തെറിപ്പിച്ച് കളഞ്ഞെന്നോ പറയുന്ന പുസ്തകം നോക്കി അവരുടെ അടുത്ത് ചോദിച്ച്, നിങ്ങൾ എടാ ഞാൻ വിശ്വസിക്കുന്നത് തെറ്റാണെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്തോട്ട് വന്ന് വീണ്ടും അത് ചോദിക്കുന്നത് മണ്ടത്തരമല്ലേ? ഞാൻ വിശ്വസിക്കുന്നത് തെറ്റാണെന്ന് എക്യു ബ്രദർ നിങ്ങളോടെല്ലാം പറയുന്നു. ജോ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ സാം വിശ്വസിക്കുന്നത് തെറ്റാണ്, സാമിനെ വിശ്വസിക്കാൻ പറ്റത്തില്ല, സാമിന്റെ കയ്യിലിരിക്കുന്ന ബുക്കും തെറ്റാണ്, അതുകൊണ്ട് ഞാനൊരു പുതിയ ബുക്ക് ഇറക്കുന്നു. എന്നിട്ട് എക്യു ബ്രദർ പറയാണ് ഈ ഞാൻ തന്ന ബുക്കിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സാമിനോട് പോയി ചോദിക്കാൻ പറയുന്നു. അതെങ്ങനെ ശരിയാവും? അപ്പം ഞാൻ വിശ്വസിച്ച തെറ്റാണെങ്കിൽ ആ തെറ്റ് തന്നെയല്ലേ നിങ്ങളെ പഠിപ്പിക്കുന്നത്? അപ്പം അള്ളാഹുവിൻ്റെ ബോധമില്ലായ്മയാണ് യഥാർത്ഥത്തിൽ ഇവിടെ വ്യക്തമാവുന്നത്. അള്ളാഹുവിൻ്റെ കോൺട്രഡിക്ഷനാണ് ഇവിടെ വ്യക്തമാവുന്നത്. സത്യത്തിൽ ദർ ഈസ് നോ ബേസ്. കാരണം ബൈബിളിൽ പറയുന്ന രീതിയിൽ ഒരു മനുഷ്യൻ ജീവിച്ചാൽ അവൻ ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യനായിട്ട് മാറുവാനായിട്ട് സാധിക്കും. ഖുർആൻ ഇറങ്ങുന്നതിനും കാലങ്ങൾക്ക് മുമ്പ്
ഇനി പഴയ നിയമം നമ്മൾ അങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പുതിയ നിയമത്തിന്റെ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 600 ഇയേഴ്സിനുള്ളിൽ മുന്നിറങ്ങിയിരിക്കുന്ന, അതായത് 600 കൊല്ലത്തിന് മുമ്പ് ഇറങ്ങിയിരിക്കുന്ന ബുക്ക് വെച്ച് നിങ്ങൾ ജീവിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് കാണുകയോ അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റുന്ന മാനവികത ഖുറാനിൽ ഉണ്ടോ? അങ്ങനെയെങ്കിൽ ഖുറാൻ എങ്ങനെ പഴയതിനെ സാക്ഷ്യപ്പെടുത്തുന്ന ഒന്നാകും? അത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ. യാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അഥവാ അദ്ദേഹത്തിന് വരാൻ താമസം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇറങ്ങേണ്ടതായിട്ട് ഉണ്ട്. ന്യൂക്ലിയർ ഉസ്മാനോ ആരെങ്കിലും ഫ്രീ ആണോ? നമ്മൾ വേറെ ഇനി സംസാരിക്കാനുള്ളവർക്ക് പെട്ടെന്ന് സംസാരിച്ചിട്ട് നമുക്ക് റൂം ക്ലോസ് ചെയ്താലോ? മഹോന്നതൻ സംസാരിച്ചായിരുന്നോ? സോഹൻ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ക്രിസ്റ്റോസ്, മറിയം സംസാരിച്ചായിരുന്നോ? അല്ല, എനിക്ക് സാം ബ്രദറിനോട് അതന്നെ നേരത്തെ തന്നെ പറയാനുള്ളൂ. സാം ബ്രദർ ആ വായിച്ച വചനങ്ങളൊക്കെ അത് മുഹമ്മദ് നബിയോട് സംസാരിക്കുന്ന വചനങ്ങളാണ്. ഇഞ്ചിയിലും തൗറാത്തിലും സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അത് ഇന്നത്തെ മുസ്ലിങ്ങൾക്ക് അത് ബൈൻഡിങ് അല്ല. അത് മുഹമ്മദിനോടല്ലാതെ എന്തെങ്കിലും ജിബ്രീൽ സംസാരിച്ചിട്ടുണ്ടോ? ഒരു സെക്കൻഡ്. ബാക്കിയെല്ലാം മുസ്ലിങ്ങൾക്ക് ബൈൻഡിങ് ആണ്. പക്ഷെ ചില ആയത്തുകൾ, അതായത് മുഹമ്മദ് നബിയുടെ പേരെടുത്തിട്ട് ഖുറാനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ബൈൻഡിങ് ഓൺ മീ. അതൊരു കൽപ്പനയല്ലേ? യു ഗോ ആൻഡ് ലേൺ ഫ്രം ദോസ് പീപ്പിൾ, അല്ലെങ്കിൽ യു ക്രോസ് ചെക്ക് വിത്ത് ദം. ഇറ്റ് ഈസ് നോട്ട് ബൈൻഡിങ് ഓൺ മീ, ഇറ്റ് ഈസ് ബൈൻഡിങ് ഓൺലി ഓൺ മുഹമ്മദ് നബി. അപ്പം അത് ഇന്നത്തെ മുസ്ലിങ്ങളോട് വന്നുകാണ്ട് നിങ്ങളോട് മുഹമ്മദിനോട് പറഞ്ഞില്ലേ, അതുപോലെ നിങ്ങളും പോയി കണ്ട് അവരുടെ അടുത്ത് പിന്നെ മുഹമ്മദ് നബിയുടെ പ്രസക്തി എന്താ മുസ്ലിങ്ങൾക്കുള്ളത്? അങ്ങനെ ഇല്ലല്ലോ. അപ്പൊ മുഹമ്മദ് നബി വാട്ട് എവർ ഹി ഹാഡ് ടു കൺഫേം, ഇഫ് ഹി ഹാഡ് ടു കൺഫേം ഹി ഹാസ് കൺഫേംഡ്. ഇല്ലെങ്കിൽ ആവശ്യമില്ല, എല്ലാം ഗൈഡൻസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആസ് എ മുസ്ലിം എനിക്ക് ഖുറാനാണ് ബൈൻഡിങ്, ദാറ്റ് ഈസ് ഫുർഖാൻ ഫോർ മീ. അപ്പം എനിക്ക് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും പഠിക്കണം എന്നുണ്ടെങ്കിൽ ഐ ഹാവ് ടു ക്രോസ് വെരിഫൈ ഇറ്റ്. എന്തെങ്കിലും അപ്പൊ ഞാൻ കൂടുതൽ എക്സാമ്പിൾ എടുത്ത് പറയുന്നില്ല, കാരണം അത് വേറെ രീതിയിലേക്ക് പോകും. അതുകൊണ്ട് ഞാൻ ഇതിവിടെ വെച്ച് ക്ലോസ് ചെയ്യാണ്. ഫോർ മീ ഖുറാൻ ഈസ് ദ ഫുർഖാൻ ആൻഡ് Injil and Torah is revealed to you people. You are reading it. If I have something to learn from it, I have to cross check it with Quran. That's it. പക്ഷേ താങ്കളുടെ പ്രവാചകനും താങ്കളുടെ നേതാവും താങ്കൾ മാതൃകയാക്കേണ്ടതുമായിട്ടുള്ള മുഹമ്മദിന്റെ അടുത്ത് അള്ളാഹു പറഞ്ഞിരിക്കുന്നത്, നീ പോയി പഴയ ആൾക്കാരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അവരോട് നീ ഇത് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിക്കുക. അല്ലാതെ നീ ഈ ഖുറാനിൽ നിന്ന് എടുത്തു വെച്ച് പറഞ്ഞ് മനസ്സിലാക്കാൻ അള്ളാഹു പറഞ്ഞിട്ടില്ല. അപ്പൊ താങ്കൾ യഥാർത്ഥത്തിൽ മുഹമ്മദിനെയാണ് ഇവിടെ ചോദ്യം ചെയ്യുന്നത്, അള്ളാഹുവിനെയാണ് ചോദ്യം ചെയ്യുന്നത്. ദാറ്റ്സ് അപ് ടു യു, ബിക്കോസ് സംടൈംസ് യു ഹാവ് ടു forsake your God. അല്ല സാം, അതങ്ങനെ ചോദ്യം ചെയ്യലാവുന്നത് ഇതും കൂടെ മനസ്സിലാവുന്നില്ല. സോഹൻ ബ്രദറെ, ഇതും കൂടെ താങ്കളൊന്ന് നെക്സ്റ്റ് റൂമിൽ താങ്കൾ വരുമ്പോൾ ഇതും കൂടെ ഒന്ന് ചിന്തിച്ചോണം. ഇപ്പൊ സാം ബ്രദർ പറഞ്ഞ കാര്യത്തോട് ചേർത്ത് പറയുന്നേ ഉള്ളൂ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, നിങ്ങളുടെ മുസ്ലിം പണ്ഡിതരെല്ലാം ഇന്നും ഖുറാൻ മനസ്സിലാക്കാനായിട്ട് ആശ്രയിക്കുന്നത് ബൈബിളിനെയാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പണ്ഡിതന്മാർ തിരുത്തപ്പെട്ടു? താങ്കൾ അത് പറയുന്നില്ല എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്ക്രിപ്ചറുമായിട്ട് താങ്കൾക്ക് യാതൊരു കുഴപ്പമില്ല എന്ന് താങ്കൾ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ എന്തെങ്കിലും പഠിക്കണം എന്നുണ്ടെങ്കിൽ ക്രോസ് ചെക്ക് ചെയ്യണം എന്നുള്ളത് മാത്രമേ താങ്കളുടെ പോയിന്റ് ഉള്ളൂ. ഇത്രയും കാര്യം ചിന്തിക്കാം. താങ്കൾ ഈ പറഞ്ഞതാണ് ശരിയെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളുടെ പണ്ഡിതന്മാര് വൈഡ്ലി ആൻഡ് വാസ്റ്റ്ലി ഖുറാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ബൈബിളിനെ ആശ്രയിക്കുന്നു? ഈ കാര്യം നിങ്ങൾ നിങ്ങളുടെ പണ്ഡിതന്മാരോടോ ഉസ്താദുമാരോടോ അല്ലെങ്കിൽ നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിക്കുക. നെക്സ്റ്റ് ടൈം അതിനെക്കുറിച്ചൊരു ഇത് പറയണം എന്നും കൂടെ താല്പര്യപ്പെടും. സാം ബ്രദർ എന്തെങ്കിലും ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആരാണ്? സോറി, സോഹൻ ബ്രദർ ആണോ മൈക്ക്? ഓക്കെ, സോഹൻ മൈക്ക് എടുത്തായിരുന്നോ? ഒന്ന് ചിന്തിക്കണേ. ഞാൻ ഒരു ഓഫ് ദ ടോപ്പിക് ആണ്. ഇത് ഗ്രൂപ്പ് ക്ലോസ് ചെയ്യാനായോ? അല്ലെങ്കിൽ എനിക്കൊരു കാര്യം ഇമ്മീഡിയറ്റ് പറയേണ്ട ഇതാണെങ്കിൽ പറഞ്ഞു. ഐ മീൻ കുറച്ച് നേരം മതിയെങ്കിൽ വി ക്യാൻ, അതല്ലെങ്കിൽ നമുക്ക് ഓക്കെ. എനിക്കത് ഇപ്പൊ ഡിസ്കസ് ചെയ്യണമെന്നില്ല, കാരണം ഈ ഒരു ചാറ്റ് രാവിലെ മുതലേ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ചാറ്റ് ആയതുകൊണ്ട് എന്നെ ജസ്റ്റ് ഒന്ന് അഡ്രസ് ചെയ്യണം. മേ ബി വി ക്യാൻ ടോക്ക് ലേറ്റർ. ഈ റോഷൻ GRG എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ID എന്നാണ് രാവിലെ മുതലേ ഇദ്ദേഹം എനിക്ക് തോന്നുന്നു ഒരു 50 തവണയെങ്കിലും ടൈപ്പ് ചെയ്ത് ഇതായിട്ടുണ്ടാവും. ഇതിന്റെ പേരിൽ എന്നെ ഒരു ഗ്രൂപ്പ് ഇപ്പൊ JJ ബ്രദർ നേരത്തെ ഒരു ഗ്രൂപ്പിൽ ഞാൻ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ തെളിവ് ചോദിച്ചപ്പം എന്നെ അവിടുന്ന് പുറത്താക്കുകയും ചെയ്തു. സോ ആ ഒരു ടോപ്പിക്കാണ് ഇവിടെ താഴെപ്പോഴും അദ്ദേഹം റോഷൻ GRG ഇട്ടിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ അത് ഡിസ്കസ് ചെയ്യാം.
സോഹൻ സോഹൻ സോഹന് തെളിവ് ഇല്ലല്ല ചോദിച്ചപ്പോഴല്ല പുറത്താക്കിയത്. സോഹൻ ഏ, അവിടെ വല്ലാണ്ട് ജെയിംസ് സാറിനോട് സംസാരിച്ചപ്പോഴാണ് ഞാൻ സോഹനോട് തെളിവ് വെച്ചിട്ട് സോഹന് സംസാരിക്കാൻ താഴെയിട്ടത്. പറഞ്ഞു, അത്രല്ലേ ഉള്ളൂ. ഇല്ല 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 അത് വേറെ ഇല്ല, എന്താ ഞാൻ വളരെ സംസാരിച്ചിരുന്നത്? മോശമായിട്ട് ജെയിംസ് സാറിനോട് എന്താ സംസാരിച്ചു. മോശമായിട്ട് എന്ത് അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നത്? മോശമായിട്ട് തന്നെ അല്ല, ഈ സംസാരിച്ചു. എഴുതിയിട്ടതിനകത്ത് പുള്ളിക്ക് എന്തോ സംശയമുള്ള ഇല്ലല്ല, എനിക്ക് സംശയമല്ല. ഞാന് ഇടുന്നതാണോ അതിന് പ്രശ്നം? തെളിവ് വെച്ചിരുന്നു. ഏതാണ്? ഇതിനകത്ത് എഴുതിയിട്ടതിനകത്ത് ഏതാ? ഇവിടെ കുറേ കിടപ്പുണ്ട്. അതിനകത്ത് ഏതാണ് അത് താങ്കൾക്ക് പ്രശ്നമുള്ള ഏതാണ്? yes, അത് ഏതെഴുതിയാ? നേരത്തെ ഒരു വക്കീലാണെന്നൊക്കെ പറഞ്ഞിട്ട് ഏതൊരു ബ്രദർ ഉണ്ടായിരുന്നു ഇവരെ മറിയം സിസ്റ്റർ ഒക്കെ ഉള്ള ഒരു ഗ്രൂപ്പില്. അപ്പൊ ഞാന് അദ്ദേഹം ഇങ്ങനെ വക്കീലല്ല ജെയിംസ് സാറിന്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ 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 ഓക്കെ. അദ്ദേഹം വക്കീലാണോ ജഡ്ജാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരോ ഒരാള് ജയജാൻ തന്നെ തോന്നുന്നു. അത് വക്കീലും ജഡ്ജൊന്നും എന്റെ അല്ലേ? പൊന്നണ്ണ, ഇതിനകത്ത് താങ്കൾക്ക് ഏതിനകത്താണ് വിഷയം എന്ന് പറ. അല്ലേ മറിയം സിസ്റ്റർ? എനിക്കറിയില്ല, എന്നോട് അങ്ങനെ പറഞ്ഞു കേട്ടോ. ഈ താഴെ വക്കീലാണ് ജഡ്ജാണെന്നൊക്കെ എഴുതിയിട്ടിരിക്കുന്നതിനകത്ത് പറഞ്ഞു. ഏതിനകത്താണ് താങ്കളുടെ പ്രശ്നം? അതാണ് അല്ല പറഞ്ഞത്. ഞാൻ